സംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ജഗത്പുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരണജ്ഞാന അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് മലയാളം പുസ്തകത്തിലെ 14-ാമത്തെ പദ്യം, പേജ് 110. എൻ്റെ പുസ്തകത്തിലെ 204-ാമത്തെ പദ്യവുമാണ്. മാലയനായി ഇന്ദ്രനായി വാഴുവതായി മാളുവതാം ശാലമയൽ പാർത്ത് തലയശൈപ്പർ ஞாலமயங்குன்மத்த கோரணி பார்த்தோஹோ எனச் சிரிப்பர் தன்னை பார்த்தாடுவர் தாம் தாம் മാലയനായി ഇന്ദ്രനായി വാഴുവതായി. ശങ്കരാചാര്യ സ്വാമികൾ മനീഷാ പഞ്ചകത്തിന്റെ അവസാനത്തെ പദ്യത്തിൽ യഹ് കശ്ചിത് സ സുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാ മമ, ഒരു ജ്ഞാനിയുടെ ആനന്ദം, അദ്ദേഹത്തിന്റെ ആനന്ദ നിർഭരമായ അവസ്ഥ കണ്ടിട്ട് ഇന്ദ്രൻ പോലും അസൂയപ്പെടുന്നതാണ്. അസൂയയോടൊപ്പം അദ്ദേഹത്തിന് ആദരവും തോന്നും. ഈ ജ്ഞാനി അറിയാതെ ദൂരെ നിന്ന് നമസ്കരിച്ചിട്ട് കടന്നു പോകും ദേവേന്ദ്രൻ പോലും. അപ്പോൾ മറ്റ് ദേവന്മാരുടെ കാര്യം പറയാനുണ്ടോ എന്നാണ്. ത്രിമൂർത്തികൾക്ക് പോലും അസൂയ ജനിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ജ്ഞാനി കഴിയുന്നത്. ഉടനെ നമ്മൾ വിചാരിക്കും, എന്തായാലും ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞ് ഈശ്വരനല്ലേ, ഈ ജ്ഞാനി എന്താ പിന്നെ ഈശ്വരനല്ലേ? ഈശ്വരനല്ലാത്ത വേറെ ആരെങ്കിലും ആണോ? ശുദ്ധ ബ്രഹ്മം, നിർഗുണ ബ്രഹ്മം. ത്രിമൂർത്തികൾക്ക് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ എന്നുള്ള ജോലി കൊടുത്തിട്ടുണ്ട്. ആര്? ഈ ജഗതീശ്വരൻ തന്നെ. 3 ഭാവത്തെ അംഗീകരിച്ചിട്ടാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ഇവയെ നടത്തുന്നത്. ജ്ഞാനിയോ ശുദ്ധബോധം, കേവലമായ സത്ത. ജ്ഞാനിക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, കർമ്മവുമായിട്ട് യാതൊരു സ്പർശവുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ കഴിയുന്ന ആളിനെയാണ് ജ്ഞാനി, ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് മാൽ അയനായി ഇന്ദ്രനായി വാഴുവതായി. മാൽ എന്ന് തമിഴിൽ പറഞ്ഞാൽ മഹാവിഷ്ണു എന്നാണ് മാൽ. ഹിന്ദിയിലെ മാൽ എന്താണ്? സാധനം. അച്ചി മാൽ ഹെ, മാലിക്. മാലിന്റെ ഉടമസ്ഥനാണ് മാലിക്, യജമാനൻ. ഇവിടെ തമിഴില് മാൽ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു. തമിഴന്മാർ പറയുമ്പോൾ തിരുമാൽ എന്നാണ് പറയുന്നത്. ശ്രീ വിഷ്ണു. തിരു എന്ന് പറയുന്നത് മലയാളത്തിലെ അല്ലെങ്കിൽ സംസ്കൃതത്തിലെ ശ്രീ എന്ന പദത്തിന് സമാനമായിട്ടാണ്. ഇപ്പൊ തിരുമാൽ. എപ്പോഴും മഹാവിഷ്ണു മാൽ എന്നാരും പറയാറില്ല, എല്ലാവരും തിരുമാൽ തിരുമാൽ എന്നാണ് പറയുന്നത്. പെരുമാൾ എന്നും പറയും. പെരുമാൾ എന്ന് പറഞ്ഞാൽ വലിയ ആള്, പെരുമാൾ. മഹാവിഷ്ണുവിനാണ് പറയുന്നത് പെരുമാൾ. അപ്പൊ മാൽ അയൻ. അയൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. അപ്പൊ മാലും അയനും, വിഷ്ണുവും ബ്രഹ്മാവും, അതുപോലെ ഇന്ദ്രനായി ദേവേന്ദ്രൻ, ഇവരൊക്കെയായി അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സ്ഥാനങ്ങളിൽ കഴിയുന്നത് നശ്വരസ്ഥിതിയാണ്. ഇവരുടെ ലോകങ്ങൾക്കെല്ലാം നാശമുണ്ട് എന്നാണ് പറയുന്നത്. കൈലാസവും ബ്രഹ്മലോകവും വൈകുണ്ഠവും എല്ലാം പ്രളയത്തിൽ ലയിക്കും. ലോകമാണോ അത് എത്ര ശ്രേഷ്ഠമായ ലോകമായാലും എത്ര ഉന്നതമായ ലോകമായാലും ആ ലോകത്തിന് പ്രളയത്തിൽ അഴിവ് സംഭവിക്കും. ലയം, നാശം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ലയം എന്നുള്ളത് സംഭവിച്ചേ തീരൂ. ഈ ബോധത്തിന് ഉദയവുമില്ല ലയവുമില്ല. എന്നും ഒരുപോലെ ലോകങ്ങളുടെയും ജീവന്മാരുടെയും ഉത്പത്തി ലയങ്ങൾക്ക് അധിഷ്ഠാനമായി നിൽക്കുന്ന സദ്വസ്തുവാണ് ബ്രഹ്മം. അപ്പോൾ ആ ബ്രഹ്മസ്ഥിതിയുമായി താരതമ്യം ചെയ്താൽ ഊർധ്വലോകങ്ങളോ ആ ലോകങ്ങളിലുള്ള ഇന്ദ്രാദി ദേവന്മാരോ നിസ്സാരം. അവരുടെ സ്ഥാനമാനം അഭികാമ്യമല്ല. അതിനു വേണ്ടി ഒരു ജ്ഞാനി ഒരിക്കലും ആഗ്രഹിക്കില്ല. മാൽ അയനായി ഇന്ദ്രനായി വാഴുവതായി. വാഴുക, ജീവിക്കുക.
വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയ ഉന്നത സ്ഥാനങ്ങളിൽ കഴിഞ്ഞാലും മാളുവതാം, മാളുക, മരിക്കുക, നശിക്കുക, ഇവർക്കെല്ലാവർക്കും നാശം എന്നൊന്ന് യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ സാധ്യമല്ല. പ്രപഞ്ചത്തിന് പോലും നാശം സംഭവിക്കുന്നില്ല എന്നാണ് വേദാന്തം പറയുന്നത്. ലയം മാത്രമേ ഉള്ളൂ. നാമരൂപ പ്രകടനം ആവിർഭവിക്കുമ്പോൾ സൃഷ്ടി, ആ നാമരൂപങ്ങൾ അവ്യക്തത്തിൽ ലയിക്കുമ്പോൾ ലയം, പ്രളയം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നാശം എന്നുള്ള വാക്കിന് സ്ഥാനമേ ഇല്ല. ഒന്നും നശിക്കുന്നില്ല. ഇവിടെ നശിക്കാത്തത് ബ്രഹ്മമാണ്. അതിൽ നാമരൂപങ്ങൾ വെറുതെ തോന്നുന്നതാണ്, ഇല്ലാത്തതാണ്. ആ ഇല്ലാത്ത നാമരൂപങ്ങൾ ലയിക്കുന്നു. അവിടെ എന്താ യഥാർത്ഥത്തിൽ നശിക്കുന്നത്? ഒന്നും നശിക്കുന്നില്ല. ഇവിടെ നാശമില്ലാത്ത സദ്വസ്തു മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയ ഉന്നത സ്ഥാനങ്ങൾ, സ്വർഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ബ്രഹ്മലോകം വരെയുള്ള 7 ഊർധ്വലോകങ്ങളും അവിടെ വസിക്കുന്നവരും മാളുവതാം, മരിക്കും, ഇല്ലാതെയാവും, ലയിക്കും. ശാലമയൽ പാർത്ത്, ശാലമയൽ, മയൽ എന്ന് പറഞ്ഞാൽ മയക്കം, മോഹം, വസ്തുസ്ഥിതി അറിയാതെ കഴിയുന്ന ഒരവസ്ഥ. എന്താണ് പരമസത്യം എന്നറിയാതെ ജീവിക്കുന്ന ഒരു സ്ഥിതിയെയാണ് മയൽ എന്ന് പറഞ്ഞാൽ. മയക്കം, മോഹം, ഭ്രമം എന്നൊക്കെയാണ്. ശാലമയൽ എന്ന് പറഞ്ഞാൽ കടുത്ത മോഹത്തിലാണ് ഈ ത്രിമൂർത്തികളും ഇന്ദ്രാദി ദേവന്മാരും. അങ്ങനെയൊക്കെ പറയാമോ? ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ മോഹത്തിന് അധീനരാണ് എന്ന് പറയാൻ പറ്റുമോ? എന്തിനാ അങ്ങനെ പറയുന്നത്? അവര് മോഹബദ്ധരാണ് എന്ന് പറയാനല്ല. അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ പോലും നമുക്കൊരു കമ്പം തോന്നരുത്. വിഷ്ണു ആയാൽ കൊള്ളാന്ന് ഒരാൾക്കൊരു ആഗ്രഹം ഉണ്ടാവരുത്. ആ ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ അവര് പോലും ഭ്രമത്തിൽപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. വാസ്തവത്തിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ നല്ല തത്വബോധത്തോടു കൂടിയാണ് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എന്നാലും അത് ചെയ്യാൻ അവർക്കൊരു നിയോഗമുണ്ട്. ബ്രഹ്മാവിന് സൃഷ്ടി വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. വിഷ്ണുവിന് രക്ഷയും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ശിവന് സംഹരിക്കാതെ ഇരിക്കാനും സാധ്യമല്ല. പക്ഷേ ഇവിടെ ഒന്നും യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല, രക്ഷിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ത്രിമൂർത്തികൾ പോലും അവരവരുടെ കൃത്യങ്ങൾ ഒരു കളി, ലീല എന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ പോലും മനുഷ്യന് ഒരു മോഹം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് അതിനെയൊക്കെ അല്പം തരം താഴ്ത്തി പറയുന്നത്. മാലേനായി ഇന്ദ്രനായി വാഴുവതായി മാളുവതാം ശാലമയൽ പാർത്ത് തലയശൈപ്പർ. ഈ ഇന്ദ്രാദി ദേവന്മാരും ബ്രഹ്മാദി ത്രിമൂർത്തികളും കടുത്ത മോഹത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ജ്ഞാനി ആ സത്യം മനസ്സിലാക്കി അതുകൊണ്ടുണ്ടായ ആ അറിവിന്റെ രസം കൊണ്ട് തലയാട്ടുന്നു. ഇങ്ങനെ രസിച്ച് തലയനക്കും. ഇങ്ങനെ എന്താ, ഞാൻ അതിൽ നിന്നും മുക്തനാണല്ലോ എന്ന് വിചാരിച്ച്. എനിക്കങ്ങനെയുള്ള ഒരു വിഭ്രമമോ മയക്കമോ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ മോഹബദ്ധനല്ലല്ലോ. ഞാൻ മോഹസാഗരത്തെ തരണം ചെയ്തവനാണല്ലോ. ഞാൻ ശുദ്ധബോധമാണെന്ന് വ്യക്തമായി അറിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കൃതാർത്ഥത കൊണ്ട് തലയാട്ടുന്നതാണ്. ശാലമയൽ പാർത്ത് തലയശൈപ്പർ. അവരുടെ ആ സ്ഥാനമാനങ്ങളിലോ അല്ലെങ്കിൽ ആ ലോകങ്ങളിലുള്ള സുഖഭോഗങ്ങളിലോ വിശ്വാസമില്ലാത്തവരായി തലയാട്ടും. ആര്? ജ്ഞാനികൾ. ஞாலமயங்குன்மத்த கோரணி பார்த்து ഓഹോവന ശരിപ്പർ. ஞாலമയങ്ക് ഉന്മത്ത കോരണി പാർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ஞாலമയങ്ക്, ஞாലം മയങ്ക്, അങ്ങനെയാണ് അതിനെ സന്ധിച്ഛേദം ചെയ്യേണ്ടത്. ലൗകികന്മാർ മോഹത്തിൽ ഭ്രമിച്ച് എന്നർത്ഥം. ஞாലം മയങ്ക്, അങ്ങനെയാണ് അത് പിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകങ്ങൾ അല്ലെങ്കിൽ ലോകവാസികൾ ഏതിലാണോ ഭ്രമിച്ചു പോകുന്നത്, ഏതിലാ ഭ്രമിക്കുന്നത്? ലൗകിക സുഖങ്ങളിൽ, ഇന്ദ്രിയ വിഷയങ്ങളിൽ. സകലരും ദേവന്മാരുൾപ്പെടെ ഈ സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരാണ്, സംഘബദ്ധരാണ്, അഹന്താ മമതകൾക്ക് വശംബദ്ധരാണ്. ഈ ജ്ഞാനി മാത്രമേ ഉള്ളൂ ഈ ഒരു ബന്ധനത്തിലും അകപ്പെടാതെ സ്വതന്ത്രനായി നിൽക്കുന്നവൻ.
ലൗകികന്മാർ മോഹത്തിൽ ഭ്രമിച്ച് ഉന്മത്ത കോരണി പാർത്ത്, ഉന്മത്ത കോരണി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് ചെയ്യുന്ന നൃത്തം, ഭ്രാന്തന്റെ നൃത്തം, അതാണ് ഉന്മത്ത കോരണി. ആരാണ്? ലൗകികന്മാരുടെ ചെയ്തികൾ, ചേഷ്ടകൾ ഒരു ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ വെറും ഭ്രാന്തന്റെ നൃത്തം, ഒരർത്ഥവുമില്ല അതിന്. ഉന്മത്ത കോരണി പാർത്ത്, കോരണി എന്നുള്ളതിന് നൃത്തം എന്നൊരർത്ഥമുണ്ട്. നമ്മൾ മലയാളത്തിൽ പാവക്കൂത്ത് എന്ന് പറയാറില്ലേ? പാവകൾ ഇങ്ങനെ നൂലുകൾ കൊണ്ട് ചലിപ്പിച്ച് നിഴൽ നൃത്തം എന്നൊക്കെ പറഞ്ഞിട്ട് പാവക്കൂത്ത് കൊണ്ട്, പിന്നെ നിഴല് കൊണ്ട് നിഴലാട്ടമോ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ കോരണി എന്നുള്ളതിന് ഒന്നുകിൽ ഉന്മത്ത നൃത്തം എന്ന് അർത്ഥം പറയാം, അതും അല്ലെങ്കിൽ പാവക്കൂത്ത്. എന്താണ്? പ്രപഞ്ചമാകുന്ന പാവക്കൂത്ത്. ആരാണ് ഈ പാവക്കൂത്തിലെ പാവകൾ? നമ്മളൊക്കെ തന്നെ. ഓരോരുത്തരും എന്തൊക്കെയോ ചെയ്യുന്നു, അവനവന്റെ വാസനകൾക്കനുസരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു. പ്രകൃതിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായി പലരുടെയും വിചാരം, ഞാൻ സ്വതന്ത്രമായി എൻ്റെ ഇച്ഛയെ പ്രയോഗിച്ച്, വിൽ പവർ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തിയെ പ്രയോഗിച്ച് ആണ് ഞാൻ കർമ്മം ചെയ്യുന്നത് എന്നാണ് ഓരോ ജീവനും വിചാരിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? പ്രകൃതി നമ്മെ ഇട്ട് കറക്കുകയാണ്. പ്രകൃതി പിടിച്ചു ചുഴറ്റിടുന്ന വണ്ണം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കാണ്. പ്രകൃതി എന്താണ്? പ്രകൃതി സത്വരജസ്തമോ ഗുണങ്ങൾ. ഈ ഗുണങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ടാണ് നല്ലവൻ പുണ്യം ചെയ്യുന്നതും ദുഷ്ടൻ പാപം ചെയ്യുന്നു. അന്ധത കാരണം, അവിദ്യ കാരണം, അജ്ഞത കാരണം ഞാൻ ചെയ്യുന്നു എന്ന് ഓരോ ജീവനും വിചാരിക്കുന്നു. പുണ്യപ്രവൃത്തികളിലുമുണ്ട് ഈ അഭിമാനം, പാപകർമ്മങ്ങളിലുമുണ്ട് ഈ അഭിമാനം. പുണ്യവും പാപവും താരതമ്യം ചെയ്യുമ്പോൾ പുണ്യം തീർച്ചയായിട്ടും മെച്ചപ്പെട്ടതാണ്, പാപത്തെക്കാളും വളരെ ഉയർന്നതാണ്. പക്ഷെ ഈ അഭിമാനം രണ്ടിടത്തും മോശമാണ്. ഞാൻ ചെയ്യുന്നു, അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അഹങ്കാരം കൊണ്ട് മോഹിച്ച് ബുദ്ധിയോടുകൂടിയവൻ ഞാനാണ് കർത്താവ്, ഞാനാണ് ചെയ്യുന്നത് എന്ന് തെറ്റായി മനസ്സിലാക്കുന്നു. അങ്ങനെ കർമ്മഫലങ്ങൾക്ക് അധികാരിയായിത്തീരുന്നു. ഏത് കർമ്മഫലം? സുഖവും ദുഃഖവും. ഇവ രണ്ടുമേ ഉള്ളൂ കർമ്മഫലങ്ങളായിട്ട്. എന്ത് കർമ്മം ചെയ്താലും ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരനുഭവമാവും നമുക്കുണ്ടാവുക. ആ കർമ്മഫലങ്ങൾക്ക് ജീവൻ അധികാരിയാകാൻ കാരണം ആ ജീവന്റെ തെറ്റായ ഭാവം, കർത്തൃത്വം, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള വിചാരം. അപ്പൊ ആ അഹങ്കാരം നീങ്ങാതെ കർത്തൃത്വം പോവില്ല. കർത്തൃത്വം ഉണ്ടെങ്കിൽ എന്താ ദോഷം? നമ്മൾ ഒരു കാര്യം, ഒരു കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ വ്യക്തമായ ഒരു ഉദ്ദേശ്യമുണ്ട്. ഇന്ന ഫലം കിട്ടാൻ വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു, ആ ഫലം ഞാൻ നേടിയേ അടങ്ങൂ, എനിക്കത് വേണം, കിട്ടണം. ഇങ്ങനെ ഒരു നിർബന്ധത്തോടു കൂടിയാണ് അഹങ്കാരത്തിന് വശംവദനായ ജീവൻ കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർമ്മഫലത്തിന് അധികാരിയാവുന്നത്. ഈ കർമ്മഫലം ജീവനെ എന്തുകൊണ്ട് പിടികൂടുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് കർമ്മഫലം വേണം എന്ന കർമ്മഫലത്തിൽ അമിതമായ ഒരു ആസക്തി ജീവന് ഉണ്ട്. ആ ആസക്തിയോട് കൂടിയാണ്, അല്ലെങ്കിൽ ആ ആസക്തി കാരണമായിട്ടാണ് കർമ്മം ചെയ്യുന്നത് തന്നെ. അപ്പൊ പിന്നെ കർമ്മഫലത്തിന് അധികാരിയാവാതെ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? അതുകൊണ്ടാണ് ഈ കർമ്മയോഗത്തിന്റെ സാരം ഫലേച്ഛ കൂടാതെയുള്ള കർമാചരണം എന്ന് പറഞ്ഞത്. ഫലത്തെ ഇച്ഛിക്കരുത്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗീതാ ശ്ലോകമാണ്. കർമ്മത്തിൽ മാത്രമേ അർജുന നിനക്ക് അധികാരമുള്ളൂ, ഫലത്തിൽ നിനക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ, ഫലം വേണ്ട എന്ന് വിചാരിച്ച് ചുമ്മാതെ കർമ്മം ചെയ്യണം, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? മണ്ടൻ പോലും ചെയ്യില്ലല്ലോ. മരമണ്ടൻ പോലും ഫലത്തെ ഉദ്ദേശിക്കാതെ ഒരു കർമ്മം ചെയ്യില്ല. അപ്പൊ പിന്നെ കൃഷ്ണൻ ഇങ്ങനെ ഈ പറഞ്ഞതിന് എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ, അവിടെ അധികാരം എന്നുള്ള വാക്ക് നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കണം. അധികാരം എന്നുള്ളതിന് സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. കർമ്മം ചെയ്യാൻ നമുക്ക് ഒരു പരിധിവരെ സ്വാതന്ത്ര്യമുണ്ട്. പ്രകൃതി അനുവദിച്ചു തന്നിരിക്കുന്ന ആ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പല കർമ്മങ്ങളും ചെയ്യാം. പക്ഷേ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലം കിട്ടണം എന്ന് വാശി പിടിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല.
കാരണം കർമ്മഫലം പ്രകൃതിക്ക് അധീനമാണ്. അതെന്തുകൊണ്ടാ? ഈ കർമ്മം തന്നെ പ്രകൃതിക്ക് അധീനമാണ്. ഞാൻ എൻ്റെ അജ്ഞത കൊണ്ടാണ് ഞാൻ ചെയ്യുന്നു, ഞാൻ ഇതിന്റെ ഫലം നേടിയേ അടങ്ങൂ എന്നൊക്കെ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ പ്രകൃതിയാണ് ചെയ്യുന്നത്, പ്രകൃതിയാണ് കർത്താവ്. നമുക്ക് ഒരു പരിധിവരെ ഈ കർത്തൃത്വത്തെ ഈശ്വരനിലും ആരോപിക്കാം. അദ്ദേഹമാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഫലാസക്തി ഇല്ല. അതുകൊണ്ട് അദ്ദേഹം കർമ്മഫലത്തിന് അതീതനായി തന്നെ നിലകൊള്ളുന്നു. ഇപ്പൊ ജീവന് പറ്റുന്ന കുഴപ്പം, കർമ്മം ചെയ്ത് അതിന്റെ ഫലം ഞാൻ നേടും എന്നൊരു വാശി, നിർബന്ധ ബുദ്ധി. അപ്പൊ കർമ്മത്തിൽ മാത്രമേ നമുക്ക് ഒരു പരിമിതമായ സ്വാതന്ത്ര്യമുള്ളൂ. ഫലം തികച്ചും നമ്മുടെ പരിധിക്ക് അപ്പുറത്താണ്. പ്രകൃതി അനുകൂലമായെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് കർമ്മത്തിനുള്ള നമ്മൾ ചെയ്ത കർമ്മത്തിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഫലം കിട്ടും. നമ്മൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ചെയ്തത് ആ ഫലം കിട്ടണമെങ്കിൽ പ്രകൃതിയും കൂടെ സഹകരിക്കണം. പ്രകൃതിയുടെ സഹകരണമില്ലാതെ എന്റെ കേമത്വം കൊണ്ട് ഞാനൊരു കർമ്മം ചെയ്ത് ഫലം നേടിക്കളയാം എന്നാരും വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിക്കുന്നതാണ് അജ്ഞാനം. അപ്പൊ ഇങ്ങനെയാണ് ജീവൻ കർമ്മം ചെയ്യുന്നതും കർമ്മഫലത്തിന് അധികാരിയാവുന്നതും. അതുകൊണ്ട് എന്ത് വേണം? കർമ്മഫലത്തെ ഉദ്ദേശിച്ചു മാത്രമായിരിക്കരുത് നിന്റെ കർമാചരണം. ഈശ്വര പൂജയായി കർമ്മം ചെയ്തോളൂ. ആ ഈശ്വര പൂജയായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കർമ്മത്തിന് എന്തായാലും ഫലമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവണം എന്ന് നിർബന്ധം പിടിക്കരുത്, അത്രയേ ഉള്ളൂ. കർമ്മം ഫലത്തെ തരാതെ പോവില്ല. ആ ഫലം അനുകൂലമായാലോ പ്രതികൂലമായാലോ അല്ലെങ്കിൽ ഫലം തന്നെ നമുക്ക് കിട്ടാതെ പോയാലോ, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ ഫലം വേറൊരാളായിരിക്കും അനുഭവിക്കും. സാധാരണ കർത്താവിനാണല്ലോ ഫലം കിട്ടേണ്ടത്. എപ്പോഴും കർത്താവിലാണ് ഈ ഫലം നിക്ഷിപ്തമായിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ ഫലം വേറൊരാൾക്ക് എങ്ങനെ പോകും? ആ വേറൊരാൾ നമ്മളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാവില്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവർ, നമ്മുടെ കുട്ടികൾ. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അനുഭവിക്കുന്നത് മകനോ മകളോ ഒക്കെ ആയിരിക്കും. അല്ല, ഫലം കിട്ടിയല്ലോ, ഫലം കിട്ടി. ഈ ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ ഫലത്തെ അനുഭവിക്കുക എന്നാണ് അർത്ഥം. അച്ഛൻ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കി, പക്ഷെ അതിൽ നിന്ന് ഒന്നും എടുത്ത് അനുഭവിക്കാനുള്ള യോഗം അച്ഛനില്ല. ആ പണം കൊണ്ടുള്ള പ്രയോജനം അനുഭവിക്കുന്നത് കുട്ടികളായിരിക്കും. ആ കുട്ടികൾ ഈ അച്ഛന്റെ തന്നെ കുട്ടികളാണ്. അപ്പോ ഈ കർമ്മങ്ങൾ ഇങ്ങനെ പരസ്പരം കെട്ടുപണഞ്ഞാണ് കിടക്കുന്നത്. ചെയ്യുന്നവന് അതിന്റെ ഫലം കിട്ടും, പക്ഷെ അത് അനുഭവിക്കാനുള്ള യോഗം അയാളുടെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഞാൻ അനുഭവിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു നിർബന്ധം വേണ്ട. ഈശ്വര പൂജയായി കർമ്മങ്ങൾ ചെയ്തുകൊള്ളൂ. ഇതാണ് കർമ്മയോഗത്തിന്റെ കാതൽ. അങ്ങനെ ചെയ്താൽ എന്താ? കർമ്മഫലത്തിൽ ആസക്തിയില്ല. കർമ്മഫലത്തെ ഉദ്ദേശിച്ചു മാത്രം കർമ്മം ചെയ്യുന്ന ഒരു പ്രവണത മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ക്രമേണ അകലും. അങ്ങനെയാകുമ്പോ അഹന്ത നാൾക്ക് നാൾ കുറഞ്ഞു വരും. ഫലാസക്തി കുറയുന്നു എന്ന് പറഞ്ഞാൽ അഹങ്കാരം കുറയുന്നു എന്നാണ് അർത്ഥം. അഹങ്കാരം കുറഞ്ഞാൽ LDF പറയുന്നത് പോലെ എല്ലാം നേരെയാകും. എല്ലാം നേരെ. അഹങ്കാരം കുറയും. ഞാൻ കർത്താവാണ്, ഭഗവാൻ എനിക്ക് ഈ കർമ്മം ചെയ്യാനുള്ള ഒരു സൗകര്യം തന്നിട്ടുണ്ട്. ഈ ഇന്ദ്രിയങ്ങളും ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ല, ഭഗവാന്റെയാണ്. ഭഗവാൻ നാം മാതാവിന്റെ ഗർഭകോശത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി രൂപപ്പെടുത്തിയതാണ്. അത് നമ്മുടെ കർമ്മ വാസനകൾക്കനുസരിച്ചാണ് എന്നുള്ളത് ഒരു വശം, അതിനെ നിഷേധിക്കുന്നില്ല. അല്ലാതെ ഒരു ജീവൻ വിചാരിച്ച ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതിസൂക്ഷ്മമായ പിതൃബീജം ഗർഭകോശത്തിൽ ഇരുന്ന് ഇങ്ങനെ പെരുകുകയാണ്. കണ്ണും കാതും മൂക്കും നാക്കും കൈയും കാലും തലയും പിന്നെ മറ്റ് ആന്തര അവയവങ്ങളും. ഈ പെരുകലിൽ ആ ജീവന് എത്രമാത്രം പ്രാധാന്യമോ ഉൾപ്പെടലോ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. പെരുകുന്നു, കർമ്മഫലമാണ് പെരുകുന്നത്. പൂർവജന്മ കർമ്മഫലങ്ങളാണ് ഗർഭകോശത്തിൽ ശരീരമായി പെരുകുന്നത്. അതിൽ ജീവൻ നിസ്സഹായനാണ്. പലരും ഈ അഭിപ്രായത്തോട് യോജിക്കില്ല. ഈ അംഗവൈകല്യമുള്ള കുട്ടികൾ എങ്ങനെയുണ്ടാവും? ഞാനാണ് എൻ്റെ ശരീരത്തെ രൂപപ്പെടുത്തുന്നത് എങ്കിൽ എനിക്ക് എല്ലാ അവയവങ്ങളും പൂർണ്ണമായിട്ടുള്ള ഒരു കുഞ്ഞായിട്ട് എന്തുകൊണ്ട് ജനിക്കാൻ പറ്റിയില്ല? ഇതൊരു പ്രസക്തമായ ചോദ്യമല്ലേ? അപ്പോഴെന്താ? ഒന്നും നമ്മുടെ കൈകളിലല്ല.
ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അംഗവൈകല്യമുള്ള ഒരു ശരീരത്തെ ഉണ്ടാക്കിയത് ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ മൂരാച്ചിയാണെന്ന് പറയരുത്. അദ്ദേഹം എന്തുകൊണ്ട് ഒരാളുടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ശരീരത്തിൽ മാത്രമായി അംഗവൈകല്യം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ആ വ്യക്തികളുടെ പൂർവജന്മ കർമ്മഫലം അതിനനുസരിച്ച് അദ്ദേഹം രൂപപ്പെടുത്തുന്നു. അദ്ദേഹത്തെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അന്തിമമായി ജീവനാണ് ഉത്തരവാദി. പക്ഷേ ഈ ശരീരത്തിന്റെ രൂപീകരണ പ്രക്രിയയിൽ ആ ജീവൻ നിസ്സഹായനാണ്. ഓരോ ജീവന്റെയും മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. എല്ലാവരും ചിരകാലം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കഴിയണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ 40 മരിച്ചു പോകുന്നു, 45 മരിച്ചു പോകുന്നു, 70, 75, 80, 90, 100 എങ്ങനെയെങ്കിലും ചത്താമതി എന്ന് വിചാരിക്കുന്നവന്റെ അടുത്ത് മരണം വരുന്നുമില്ല. രോഗികൾ, മാറാവ്യാധികൾ ബാധിച്ച രോഗികൾ മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് എപ്പോഴും ഇന്ന് വരുമോ, നാളെ വരുമോ, ഇന്ന് തന്നെ വന്നാൽ വളരെ നന്നായി, ഈ യാതനയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ച് കഴിയുന്നവന്റെ അടുത്ത് മരണം വരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെയാണ്. ബഫൂണുണ്ടല്ലോ, കോമാളി, സർക്കസിലും മറ്റുമൊക്കെ, അയാൾക്ക് എപ്പോഴാണ് സ്റ്റേജിൽ കടന്നു വരേണ്ടത് എന്നുള്ള ഒരു ഔചിത്യ ബോധമില്ല. സീരിയസ് ആയിട്ട് ഒരു പെർഫോമൻസ്, എന്തെങ്കിലും ഒരാൾ ട്രപ്പീസ് കളിക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒക്കെ ഓരോ കാര്യങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത്ര പൊക്കത്തിലുള്ള 2-2.5 അടി പൊക്കത്തിലുള്ള ഈ ബഫൂൺ അല്ലെങ്കിൽ ജോക്കർ കയറി വരുന്നത്. അവന് രംഗബോധമില്ലാതെ ചിരിപ്പിക്കാനാണ് എന്നുള്ളത് ശരി. ഇതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് മരണം എത്തുന്നില്ല. മരിക്കരുത് എന്ന് തീവ്രമായി ആഗ്രഹമുള്ളവരുടെ അടുത്ത് മരണം നേരത്തെ എത്തുന്നു. മരണം നേരത്തെ എത്തുന്നു എന്ന് പറയരുത്. മരണം എപ്പോഴും കറക്റ്റ് ടൈമിന് തന്നെയാണ്. നേരത്തെ എത്തുന്നു എന്നൊക്കെ നമ്മുടെ കാഴ്ചപ്പാടാണ്. 45 വയസ്സേ ആയുള്ളൂ, മരിച്ചുപോയി. എന്താണ് രോഗം എന്ന് ഡോക്ടർമാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ മരണം സംഭവിച്ചു കഴിഞ്ഞു. രോഗം എന്താണെന്ന് തീരുമാനിച്ചില്ല, എന്നിട്ട് വേണ്ടേ ചികിത്സ തുടങ്ങാൻ. അതിനിടയ്ക്ക് രോഗി മരിച്ചുപോയി. എത്ര സംഭവങ്ങളാണ്. എന്തൊക്കെയാണ് ഈ മനുഷ്യന്റെ ശരീരത്തിൽ. 2-3 ദിവസത്തിന് മുമ്പ് പത്രത്തിൽ വായിച്ചു, വടക്കേ ഇന്ത്യയിലാണ് ഒരു കുട്ടി ജനിച്ചു. കുട്ടിയുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗം, കാലും മറ്റവയവങ്ങളും ഒന്നുമില്ല, എല്ലാം കൂടെ ചേർന്ന് ഒരു മാംസപിണ്ഡം പോലെ, മീനിന്റെ വാല് പോലെ എന്നാണ്. അരവരെ ഓക്കെ, അതിന് താഴെ അപ്പോൾ മത്സ്യകന്യകയെ പോലെയാണ്. മത്സ്യകന്യകയുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗം മീനിന്റെ വാലാണ്. അങ്ങനെ ഒരു കുട്ടി, അത് ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല. 4 ദിവസമേ ജീവിച്ചിരുന്നുള്ളൂ, മരിച്ചുപോയി. ഇതൊക്കെ എന്തിനിങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ആരുടെ കയ്യിലെങ്കിലും ഉത്തരവുണ്ടോ? കർമ്മഫലം. അത് എങ്ങനെയൊക്കെ സംഭവിക്കും? ഏത് ദുഷ്കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ജന്മം? അത് ഗർഭത്തിൽ ഇത്രയും കാലം ഇരുന്ന് പുറത്തു വന്നിട്ട് കേവലം 4 ദിവസം മാത്രം ജീവിച്ചിരുന്നിട്ട് മരിക്കാൻ എന്താ കാരണം? ഏത് കർമ്മമാണ് ഇങ്ങനെയുള്ള ഒരു ശരീരത്തെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ പോലും കൈമലർത്തുന്നു എന്നാണ്. ഗഹനാ കർമ്മണോ ഗതിഹി. കർമ്മത്തിന്റെ ഗതി ഗഹനമാണ്, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. ചില ദുഷ്കർമ്മങ്ങളുടെ ഒക്കെ ഫലം പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രത്തിൽ. ഇന്ന ദുഷ്കർമ്മം ചെയ്താൽ അടുത്ത ജന്മം ഇന്നതായിരിക്കും. ഒട്ടകമായിരിക്കും, കാളയായിരിക്കും, വണ്ടിക്കാളയായിരിക്കും, വണ്ടി വലിക്കുന്ന അല്ലെങ്കിൽ കഴുത, കോവർ കഴുത, ഇങ്ങനെയൊക്കെ ദുഷ്കർമ്മങ്ങൾക്ക് ഫലമായിട്ട് പല ജന്മങ്ങളെയും പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ ഇവിടെ എന്തൊക്കെയാണ്. അപ്പോൾ കർമ്മത്തെക്കുറിച്ച്, മായാമയമായ ഈ പ്രപഞ്ചത്തിൽ കർമ്മത്തെക്കുറിച്ച് വിശകലനം ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഋഷീശ്വരന്മാർക്ക് പോലും അവ്യക്തമാണ്, മായയാണ്. അതൊന്നും മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല. എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ കർമ്മങ്ങൾ ഭ്രാന്തന്റെ നൃത്തം പോലെയാണ്, ഉന്മാദ നൃത്തം. ஞாலமயங்குன்மத்த கோரணி பார்த்து ഓഹോവന ശിരിപ്പർ ഹോ 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 എന്ന് പറഞ്ഞ് ജ്ഞാനികൾ ചിരിക്കും. കർമ്മികളുടെ കർമ്മഭ്രാന്ത് കണ്ടിട്ട്. ഈ കർമ്മഭ്രാന്ത് എന്നുള്ള വാക്ക് ഞാൻ ആദ്യം ബാലകൃഷ്ണൻ നായർ സാറിന്റെ പ്രഭാഷണത്തിലാണ് കേൾക്കുന്നത്. കർമ്മഭ്രാന്ത്. മനുഷ്യന്റെ മനസ്സിൽ എന്തൊക്കെയോ സങ്കല്പങ്ങൾ വരുന്നു. ആ സങ്കല്പത്തിനനുസരിച്ച് അവൻ എന്തൊക്കെയോ ചെയ്യുന്നു, എവിടെയൊക്കെയോ ചെന്ന് പറ്റുന്നു, എന്തൊക്കെയോ കിട്ടുന്നു, എന്തൊക്കെയോ നഷ്ടപ്പെടുകയും ചെയ്യും. അവസാനം ഒരിടത്ത് എത്തുന്നുമില്ല. അവസാനം ചോദിക്കുന്നത് ഞാൻ എന്തിനു ജീവിക്കുന്നു എന്നാണ്. എൻ്റെ ജീവിതത്തിന് വല്ല അർത്ഥവുമുണ്ടോ? ഇങ്ങനെ അവസാനം ഒരു കടുത്ത നിരാശയുടെ പടുഗർത്തത്തിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വന്നു എന്ന് മനസ്സിലായില്ല, എന്തിനാണ് ജീവിച്ചത് എന്നും അറിയില്ല, മരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം സുനിശ്ചിതം.
അപ്പൊ ഇത് ആർക്ക് വേണ്ടി? എൻ്റെ ജന്മം കൊണ്ട് എനിക്കും പ്രയോജനമില്ല, വീട്ടുകാർക്കും പ്രയോജനമില്ല, നാട്ടുകാർക്കും പ്രയോജനമില്ല. ഞാൻ എന്തിനു വന്നു? ഗംഭീരന്മാരായ ശാസ്ത്രജ്ഞന്മാർ പോലും ഈ ചോദ്യമാണ് അവസാനം ചോദിക്കുന്നത്. സാറ് പറയാറില്ലേ, സ്റ്റീഫൻ ഹോക്കിൻസ്, അദ്ദേഹം വീൽ ചെയറിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരനായ ശാസ്ത്രജ്ഞൻ. ഞാൻ എന്തിനു ജീവിക്കുന്നു? എന്തിനാണ് ഈ വീൽ ചെയറിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്? ഞരമ്പുകളൊക്കെ തളർന്ന്. അപ്പൊ ഇതിനൊന്നും യുക്തിയില്ല. യുക്തിയില്ലാത്ത അനുഭവത്തിന്റെ പേരാണ് മായ. നമുക്ക് ഗംഭീരമായിട്ട് അനുഭവിക്കാം, കാണാം, കേൾക്കാം, തൊടാം, മണക്കാം, രുചിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ കഴമ്പില്ല, സ്വപ്ന തുല്യം. ഉണർന്നെഴുന്നേറ്റാൽ ഒന്നുമില്ല. ഉന്മത്ത കോരണി വാർത്ത് ഓഹോവന ശിരിപ്പാർ. ഓഹോ ഓഹോ എന്ന് പറഞ്ഞ് അവര് പൊട്ടിച്ചിരിക്കും. തന്നെ പാർത്താടുവർ, തന്നെ കണ്ട് നൃത്തം ചെയ്യുകയും ചെയ്യും. ഈ കർമ്മികൾ ഉന്മാദ നൃത്തം ചവിട്ടുന്നവരാണ്. ജ്ഞാനികൾ ആത്മജ്ഞാനം നേടിയത് കൊണ്ട് നൃത്തം ചവിട്ടുന്നവരാണ്. രണ്ടുപേരും ഡാൻസുകാരാണെന്നാണ്. രണ്ടുപേരും നൃത്തം ചെയ്യും. തന്നെ പാർത്ത് എന്ന് പറഞ്ഞാൽ താനാകുന്ന ആത്മാവിനെ കണ്ട് ആടുവർ, നൃത്തം ചെയ്യുന്നു. എങ്ങനെയാ? താം താം, തോം തോം, ധീം ധീം എന്നൊക്കെ നമ്മൾ പലതും പറയാറുണ്ടല്ലോ. ആ നൃത്തം ചവിട്ടുന്ന അതിന് പറ്റിയ വാക്കുകളൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. താം താം എന്ന് താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു. അതാണ് ശരിക്കുള്ള ശിവതാണ്ഡവം. ഇന്നലെ പറഞ്ഞല്ലോ, പ്രദോഷ സമയത്ത് ശിവന്റെ താണ്ഡവം. ആരാണ് ശിവൻ? ഈ ജ്ഞാനി തന്നെ. ഈ പ്രപഞ്ചമാകുന്ന ലീല കണ്ട് അതിന്റെ രഹസ്യം പിടികിട്ടിപ്പോയത് കൊണ്ട് താം താം എന്ന് പറഞ്ഞ് നൃത്തം ചവിട്ടുന്നു. എന്താണ് അദ്ദേഹത്തിന് പിടികിട്ടിയ രഹസ്യം? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല രമേശ്. ഇപ്പോഴും എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട് സാറ് പറഞ്ഞ ആ വാക്ക്, ഒന്നുമില്ല രമേശ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒന്നുമില്ല എന്ന് തന്നെ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. ആ ഒന്നായ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതിനന്യമായി ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്ന, നമ്മളും സ്വയം പറയുന്ന പലത് ഒന്നും ഇല്ല. അതിന്റെ വ്യാഖ്യാനം വായിക്കാം. ദേവേന്ദ്രൻ ആദിയായ ലോകപാലന്മാരും ദീർഘകാലം ജീവിച്ച് ദേഹം അഹം എന്ന അഭിമാനം അല്പമായിട്ടെങ്കിലും വെച്ചു പുലർത്തി ഒരു കാലത്ത് മാഞ്ഞു പോകുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ഇല്ലാതായി പോകുന്നു. അവരുടെ ഉള്ളിലും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. ചെറിയ തോതിലെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിൽ അഹങ്കാരമുണ്ട്. പൂർണ്ണമായ അഹങ്കാരനാശം നേടാത്തവരാണവർ എന്നറിഞ്ഞ് അവരുടെ മയക്ക സ്വഭാവത്തെ ഓർത്ത് അതിശയത്തോടെ ഈ അരുൾ പെറ്റ മഹാജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ അരുൾ നേടിയ, തമിഴിൽ പെറുക എന്ന് പറഞ്ഞാൽ നേടുക എന്നാണ് അർത്ഥം. മഹാജ്ഞാനികൾ തലയാട്ടുന്നു. പ്രാപഞ്ചികരായ സാധാരണ ലോകർ ഈ മഹാമായാ വലയിൽപ്പെട്ട് സത്യമേതുമറിയാതെ അസത്യമായ ദേഹാദി പ്രപഞ്ചങ്ങളെ സത്യമായി വിശ്വസിച്ച് ദുഃഖിതരായി നശിച്ചു പോകുന്നതും കണ്ട് ആക്ഷേപാതിശയത്തോടെ ഓഹോ എന്നുറക്കെ ഉച്ചരിച്ചു ചിരിക്കുന്നു. നൃത്തം ചെയ്യുന്നു എന്നുള്ള പോയിന്റ് പറഞ്ഞില്ല. തന്നെ പാർത്താടുവർ താം താം, താം താം, തോം തോം എന്ന് ആത്മസത്യത്തെ സാക്ഷാത്കരിച്ച ജ്ഞാനികൾ നൃത്തം വയ്ക്കുന്നു. 205 പദ്യം വായിക്കാം. ആശയി മുതലാന വനൈത്തും പോയി ഞാൻ അതുവാം വാസനയുമാണ്ട് മറന്തറിയാ നേശത്തുറും പോക ഉല്ലാസ ഊമൈ കൂത്താടി കുറുമ്പോ കുവന്ത് നടപ്പാർ. ആശയി മുതലാന വനൈത്തും പോയി. ആഗ്രഹം അല്ലെങ്കിൽ ആശ, ആശയും ആ ആശയിൽ അധിഷ്ഠിതമായ അനൈത്തും പോയി, സർവ്വതും പോയി, നഷ്ടമായി. ആഗ്രഹങ്ങളുമില്ല. ആഗ്രഹം കൊണ്ട് ചെയ്യപ്പെടുന്ന കർമ്മങ്ങളും അകന്ന്. ആഗ്രഹത്തിൽ നിന്ന് മുക്തമായാൽ തന്നെ കർമ്മമുക്തിയായി. ആഗ്രഹമാണ് കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഒന്നും വേണമെന്ന് ആഗ്രഹമില്ലാത്തവൻ എന്തിനനങ്ങണം? അനക്കം അസ്വസ്ഥത. അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അപൂർണത. പൂർണ്ണമായ ആത്മസത്യത്തെ താനാണെന്ന് സാക്ഷാത്കരിച്ച ഒരു ജ്ഞാനി അനങ്ങേണ്ട ആവശ്യം പോലുമില്ല. പക്ഷേ ഈ ജ്ഞാനികൾ ചെയ്തതുപോലെയുള്ള മഹത്കൃത്യങ്ങൾ വേറെ ആര് ചെയ്തിട്ടുണ്ട്?
നമ്മെ കൊണ്ട് ഒരു ഉപനിഷത്തിന് ഭാഷ എഴുതാൻ പറ്റുമോ? ശങ്കരാചാര്യര് ദശോപനിഷത്തും 11ാമത് ശ്വേതാശ്വതര ഉപനിഷത്തും 11 ഉപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യം എഴുതി. തീർന്നില്ല, അനേകം പ്രകരണ ഗ്രന്ഥങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത സ്തോത്രങ്ങൾ. ഇതൊക്കെ ഒരു 32-33 വയസ്സുകൊണ്ട് ചെയ്ത് തീർത്തിട്ട് സ്ഥലം കാലിയാക്കിയ ആൾക്കാരാണ് ഈ മഹാത്മാക്കൾ. നമ്മൾ 40-ഉം 45-ലുമാണ് വേദാന്തം എന്താണ് എന്നൊന്നറിഞ്ഞു കളയാം എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് അര ദിവസത്തെ കാഷ്വൽ ലീവ് എടുത്ത് സത്സംഗത്തിൽ വന്നിരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ കെട്ടും പ്രമാണവും ഒക്കെ ആയിട്ട് കൂടും കൊടുക്കുകയായിട്ട് ഇവിടുന്ന് വിട്ടുപോയി. അതുമൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രായത്തിലാണ്, അതിനേക്കാളും കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതും അറച്ചറച്ച് മടിച്ച് വേണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ച് നീ വല്ല കുഴപ്പം വല്ലതും സംഭവിക്കുമോ, എന്നാ പിന്നെ അല്പം പുണ്യം കിട്ടും എന്നൊരു വിചാരമുണ്ട്. ആ പുണ്യം എന്തിനാ നമ്മൾ കളയുന്നത്? ചെന്നിരിക്കാം ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഈ നിർവികാര സ്വരൂപത്തെ യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്നവർ എത്ര പേരുണ്ട്? ആശയി മുതലാന അനൈത്തും പോയി ആഗ്രഹവും ആഗ്രഹങ്ങളിൽ അധിഷ്ഠിതമായ സർവകർമ്മങ്ങളും ഒഴിഞ്ഞ് ഞാൻ അതുവാം വാസനയും മാണ്ട്, ഞാൻ അതാണ്. എന്താണ്? അഹം ബ്രഹ്മാസ്മി. അതും വാസനയാണ്. ഈ മഹാവാക്യമല്ലേ? അല്ലെന്നാര് പറഞ്ഞു? മഹാവാക്യം തന്നെയാണ്. മഹാവാക്യത്തെ അനുസന്ധാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഞാൻ ബ്രഹ്മമാണ് എന്നൊരു ബുദ്ധിവൃത്തിയിൽ നിൽക്കുന്ന ഒരാൾ ബ്രഹ്മത്തെ അറിയുന്നില്ല. അയാൾ ബുദ്ധിയുടെ തലത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ അഹം ഉണ്ട്, ബ്രഹ്മവും ഉണ്ട്, ഞാൻ അതാണ് എന്നുള്ള പൊരുത്തവും ഉണ്ട്. ഇവിടെ എന്താ? ഞാൻ എന്നുള്ള ഭാവം തന്നെ അപ്രത്യക്ഷമായി. ഇനിയിപ്പോ ഞാൻ ബ്രഹ്മമാണ് എന്ന് അയാൾക്ക് ചിന്തിക്കാൻ പറ്റും? ഞാനിനെ വെച്ചുകൊണ്ടല്ലേ നമ്മൾ ആത്മാവിനും തനിക്കും തമ്മിൽ ബന്ധമുണ്ട് അല്ലെങ്കിൽ താദാത്മ്യമുണ്ട് എന്ന് പറയുന്നത്. അഹങ്കാരം പൂർണ്ണമായി നിരസിക്കപ്പെട്ട ഒരവസ്ഥയിൽ എന്ത് അഹം ബ്രഹ്മാസ്മി? തത്വമസി പറ്റുമോ? തത്വമില്ല, തൊമ്മുമില്ല, ഒന്നേ ഉള്ളൂ. അപ്പൊ അത് നീ എന്നുള്ള വാക്കിനും അർത്ഥമില്ല, ഞാൻ എന്നുള്ള വാക്കിനും അർത്ഥമില്ല. അയം ആത്മാ ബ്രഹ്മ. അങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഒരു ജീവഭാവമോ ഒന്നുമില്ല. അപ്പൊ പിന്നെ ഈ ആത്മാവ് ബ്രഹ്മമാണ്, അതും ആവശ്യമില്ല. ചുരുക്കം 4 മഹാവാക്യങ്ങളും അർത്ഥമില്ലാതെയായി തീർന്നു. എപ്പോ? സാക്ഷാത്കാരത്തിൽ, അദ്വൈത അനുഭവത്തിൽ. എന്ന് വെച്ച് മോശം അല്ല അതിന്റെ അർത്ഥം. പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണ് ബ്രഹ്മം. അത് സാക്ഷാത്കരിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ബ്രഹ്മം പ്രജ്ഞാനമാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അനുഭവത്തിൽ പ്രകാശിക്കുന്നതാണ്. അതാണ് പറഞ്ഞത്, മഹാവാക്യങ്ങളൊക്കെ ആവശ്യമില്ലാതായിത്തീരുന്നു. നിരർത്ഥകങ്ങളെന്ന് ഒരിക്കലും പറയരുത്, അർത്ഥമില്ലാത്തതാണെന്ന് പറയരുത്. നമുക്ക് അവയെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ആവശ്യം ഉണ്ടായിരുന്നു നേരത്തെ. ഈ സാക്ഷാത്കാര ദശയിൽ ആ ആവശ്യങ്ങളൊക്കെ ഇല്ലാതെയായി, താൻ പൂർണ്ണനായി തീർന്നു. ഞാൻ അതുവാം വാസനയും. അഹം ബ്രഹ്മാസ്മി എന്നത് പോലും ഒരു ബുദ്ധിവൃത്തിയാണ്. ബുദ്ധിയെ ആശ്രയിച്ചാണ് ആ മനനം സംഭവിക്കുന്നത്. ആ വാസനയും മാണ്ട് മരിച്ചുപോയി. ഞാൻ അതുവാം വാസനയും മാണ്ട് നഷ്ടമായി. മറന്തറിയാൻ നേശത്തുറും. മറന്ന് അറിയാൻ നേശത്ത് ഉറും എന്ന് പറഞ്ഞാൽ സ്മരണയും വിസ്മരണവും. അറിയുക സ്മരണ, മറക്കുക വിസ്മരണം. ഈ സ്മരണവും വിസ്മരണവും ദിവ്യാനന്ദത്തിൽ മുങ്ങിപ്പോയി, ബ്രഹ്മാനന്ദത്തിൽ ആണ്ടുപോയി. ഏത്? ഓർമ്മയും വിസ്മരണവും. ബുദ്ധി തന്നെ ഇല്ലാതെയായി എന്നർത്ഥം. ബുദ്ധിവൃത്തികളൊക്കെ അസ്തമിച്ചു. ഓർമ്മിക്കുക, മറന്നുപോകുക, ഇത് രണ്ടും ബുദ്ധിവൃത്തികളാണ്. ആ ബുദ്ധിവൃത്തി തന്നെ നിശ്ചലമായി, ബുദ്ധി തന്നെ ലയിച്ചുപോയി. ബ്രഹ്മം മാത്രമായി സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥ. അവിടെ എന്താ? ദിവ്യമായ ഒരു ആനന്ദ അനുഭൂതി മാത്രം. ആ ആനന്ദം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യർക്ക് വേറെ ഒന്നും വേണ്ട. കൃതകൃത്യത, പൂർണ്ണമായ ജീവിത ധന്യത, കൃതാർത്ഥത, ചികീർഷ നിവൃത്തി, ജിഹാസ നിവൃത്തി. എന്താണത് ചികീർഷ നിവൃത്തി? എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം
ഇല്ലാതെയായി. അതാണ് കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മോചനം, കർമ്മമുക്തി. കർമ്മം ചെയ്യാതിരിക്കലല്ല, ചെയ്യണം എന്നുള്ള ആഗ്രഹം പോലുമില്ല. സങ്കല്പത്തിൽ നിന്നുള്ള, ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നുള്ള മുക്തി, അതാണ് ചികീർഷ നിവൃത്തി, ജിഹാസ നിവൃത്തി. സന്യസിക്കണം ഒരാൾക്ക് ആഗ്രഹം, വളരെ വിശേഷപ്പെട്ടതാണ് ആഗ്രഹം. എത്ര പേർക്ക് വരും? പക്ഷേ അതും അജ്ഞാനമാണെന്ന്. ഒന്നേ ഉള്ളുവെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റേതുകളെ എനിക്ക് ഉപേക്ഷിക്കാം, ഞാനെന്നുള്ള ബുദ്ധിവൃത്തിയെയും ഉപേക്ഷിക്കാം. പക്ഷെ യഥാർത്ഥ ഞാനിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ആ ഞാനാണ് ബ്രഹ്മം, ആത്മാവ്. അതിനെ എങ്ങനെ ഉപേക്ഷിക്കും? ഉപേക്ഷിക്കുന്നവൻ ഈ ആത്മാവാണ്. അദ്ദേഹത്തിന് തന്നെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അപ്പൊ ഒരു കണക്കില് ഉപേക്ഷിക്കണം എന്നുള്ള ചിന്ത പോലും അപക്വതയുടെ ലക്ഷണമാണ്. ഇവിടെ ഉപേക്ഷിക്കാൻ ഒന്നുമില്ല, ഒന്നേ ഉള്ളൂ, അത് താനാണ്. തന്നെ ഉപേക്ഷിക്കാൻ തനിക്ക് കഴിയുകയുമില്ല. ഇതിന്റെ അർത്ഥം സന്യാസം വേണ്ടെന്നാണ്. എന്റേത്, ഞാൻ തുടങ്ങിയ ഭാവങ്ങളൊക്കെ ഉള്ളപ്പോ സന്യസിക്കുക തന്നെ വേണം. നമ്മൾ പറയുന്നത് പരമകാഷ്ഠയാണ്, അത്യുന്നതമായ സ്ഥിതിയാണ് നമ്മൾ ഇവിടെ വിവരിക്കുന്നത്. ആ തലത്തിൽ വിടാനോ ഒന്നുമില്ല, ചെയ്യാനോ ഒന്നുമില്ല. എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തമായി. അതാണ് ശരിക്കുള്ള മോക്ഷം. സ്മരണയും വിസ്മരണവും ആ ദിവ്യാനന്ദത്തിൽ. നേശം എന്ന് പറഞ്ഞാൽ സ്നേഹം, പ്രേമം, ഈശ്വരീയമായ പ്രേമം എന്നാണ് അർത്ഥം. ആ ഈശ്വരൻ ആനന്ദ സ്വരൂപമായതുകൊണ്ട് ആ ആനന്ദത്തിൽ ഇങ്ങനെയുള്ള ജീവന്റെ തലത്തിലുള്ള സകല ഭാവങ്ങളും ലയിച്ചില്ലാതെയാവും. ആനന്ദം മാത്രം ബാക്കി നിൽക്കും. അതാണ് നേശത്തുറും ഭോഗ ഉല്ലാസ ഊമൈക്കൂത്താടി. ഇവിടെ ഭോഗം എന്ന് പറഞ്ഞാൽ ലൗകിക ഭോഗങ്ങളല്ല, ആത്മസുഖം, ബ്രഹ്മാനന്ദം, പരമാനന്ദം. ആ പരമാനന്ദത്തിൽ ഉല്ലസിക്കാൻ തുടങ്ങുന്നു. ഉല്ലാസം എന്നുള്ളത് നല്ല സംസ്കൃത പദമാണ്. മലയാളത്തിലാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. തമിഴന്മാരുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ അവർ പറയില്ല ഉല്ലാസം, എന്നെ ഉല്ലാസം. നല്ല സംസ്കൃത പദമാണ്. പരമാനന്ദത്തിന്റെ ആ ഉല്ലാസം, മനസ്സിൽ ആ ആനന്ദാനുഭവം വിടർന്ന് വികസിച്ചു നിൽക്കുന്നു, പരിലസിക്കുന്നു. അതിൻ്റെ സുഗന്ധവും ആ പൂവിൽ നിന്ന് ഊറി വരുന്ന മധുവും എല്ലാം അനുഭവിച്ച് സ്വയം മറക്കുന്നു ജ്ഞാനി. അഹങ്കാരം അവിടെ ഇല്ല, അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ. ആനന്ദത്തെ അനുഭവിക്കുന്ന ഒരുവൻ അവിടെ ഇല്ല. ഉല്ലാസ ഊമൈക്കൂത്താടി. ഇയാളുടെ നൃത്തം ഊമയുടെ നൃത്തം പോലെയാണ്. ഊമ എന്ന് പറഞ്ഞാൽ സംസാരശേഷി ഇല്ലാത്ത ആളാണല്ലോ. പുറത്ത് ഒരനക്കമില്ല, ഉള്ളിൽ ഗംഭീരമായ നൃത്തം, ആനന്ദ താണ്ഡവം ഉള്ളിൽ. ഭഗവാന്റെ നൃത്തം തൻ്റെ ഉള്ളിൽ സദാ കണ്ട് ആനന്ദിക്കുന്നു ജ്ഞാനി. ചിദംബരം, അതിന് തമിഴിൽ പറയുന്നത് തില്ലൈ എന്നാണ്. തില്ലൈ, ചിദംബരവാസൻ, ചിദാകാശം എന്നർത്ഥം. ചിദാകാശത്തിൽ ആരാ നൃത്തം ചെയ്യുന്നത്? ഈ സർവേശ്വരൻ. അദ്ദേഹത്തെ തന്നെയാണ് ശിവസ്വരൂപം, ബ്രഹ്മം എന്ന് പറയുന്നത്, പരമമംഗളദായകൻ. അപ്പൊ അദ്ദേഹത്തിന്റെ നൃത്തം പ്രദോഷത്തിൽ മാത്രമല്ല, എല്ലാ സമയത്തും. ഉറങ്ങുമ്പോഴും ആ നൃത്തമുണ്ട്, സ്വപ്നം കാണുമ്പോഴും നൃത്തമുണ്ട്, ജാഗ്രതയിലും ആ നൃത്തമുണ്ട്. ആ ആനന്ദ കൂത്ത് സദാ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നു ജ്ഞാനി. ഊമൈക്കൂത്ത് എന്നതുകൊണ്ടാണ് പറഞ്ഞത്. പുറത്ത് ഒരനക്കവുമില്ല. ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കും. ഉള്ളില് ഭഗവാന്റെ നൃത്തം. ഇദ്ദേഹം ഒരു ശബ്ദവും പുറപ്പെടുവിക്കുന്നില്ല, ഊമയെ പോലെ ഇരിക്കുന്നു, പക്ഷെ ഉള്ളുകൊണ്ട് നൃത്തം ചെയ്യുന്നു. ഊമൈ കൂത്താടി കുറും പോക്ക് വന്ന് നടപ്പാർ. കുറും പോക്ക്, കുറും, കുറു എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ കുറുകിയത്, ചെറിയത്. കുറുവടി നമ്മൾ പറയാറില്ലേ? ചെറിയ വടി, നീളമില്ലാത്ത വടി, കുറുവടി. കുറുവടി കൊണ്ടടിച്ചു. കുറും പോക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചുവടുകൾ, കാല് നീട്ടി വെക്കാതെ, വലിയ വലിയ ചുവടുകളായിട്ട് വെക്കാതെ ചെറിയ ചുവടുകൾ. കുറും പോക്ക് വന്ന്, ചെറിയ ചെറിയ ചുവടുകൾ എടുത്തു വെച്ച് നടപ്പാർ, നടക്കും. അപ്പോൾ ജ്ഞാനി ചെറിയ ചുവടുകൾ എടുത്തു വെച്ച്, കൊച്ചു കുട്ടികൾ പിച്ച വെച്ച് നടക്കുന്നത് പോലെ നടക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് വേഗത്തിൽ നടക്കാൻ പറ്റില്ല, മറിഞ്ഞ് വീഴുമെന്നാണോ അതിൻ്റെ അർത്ഥം? അതല്ല. നമ്മൾ എപ്പോഴാ ധൃതിയിൽ നടക്കുക, വേഗത്തിൽ നടക്കുക? എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ ബസ് പിടിക്കണം, ട്രെയിൻ പിടിക്കണം, അപ്പോൾ വേഗത്തിൽ ഇങ്ങനെ നടക്കും. ജ്ഞാനിക്ക് ഒന്നും ചെയ്യണമെന്നില്ല, അതുകൊണ്ട് ചുവടുകൾ ചെറുതായി പോകും. വേഗത ജ്ഞാനിക്കില്ല.
കാരണം അവന് ഒരു ധൃതിയില്ല. എന്തുകൊണ്ട്? ഒന്നും ചെയ്യാനില്ല, ചെയ്ത് നേടാനുമില്ല. ശാന്തനായി പതുക്കെ പതുക്കെ കാലെടുത്ത് വെച്ച് അദ്ദേഹം നടക്കും. തിരക്കില്ലാത്ത മനുഷ്യനാണ് ഞാൻ. ആൾക്കാരെന്താ പറയുന്നത്? ഐ എം ഓൾവേസ് ബിസി. ബിസി? എന്ത് ബിസി? അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ നിന്ന് കാശ് വാങ്ങിക്കണം, ഇവിടെ കാശ് കൊടുക്കണം, പൈസ പൈസ പൈസ, എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, അതിനുവേണ്ടി പാഞ്ഞു നടക്കുകയാണ്. ജ്ഞാനിക്ക് ഒന്നും കിട്ടാനില്ല. കിട്ടേണ്ടത് അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഉള്ളിലാണ് അത് നേടിയത്. പുറമേ ഒന്നും അദ്ദേഹത്തിന് നേടാനായിട്ട് ഇല്ല. അതാണ് കുറുംപോക്ക് വന്ന് നടപ്പർ. ധൃതിയില്ല. അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിലൊക്കെ ഒരു ജെന്റിൽനെസ്, പതുക്കെ ശാന്തമായിട്ട്. എന്ന് വെച്ച് മന്ദത എന്നല്ല അതിന്റെ അർത്ഥം. ശരീരത്തിൽ ബലമില്ല, ഊർജമില്ല എന്നോ അർത്ഥമില്ല. എന്തിന് തിരക്ക്? ഒത്താ ചെയ്യണം, പറ്റിയാ ചെയ്യണം, ഇല്ലെങ്കിൽ വേണ്ട. ഈ തിരക്ക് കൂടുന്നത് എപ്പോഴാണ്? രാവിലെ അടുക്കളയിൽ വീട്ടമ്മയ്ക്ക് തിരക്ക്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ തിരക്ക്, അച്ഛന് ഓഫീസിൽ പോകാൻ തിരക്ക്, അമ്പലത്തിൽ പൂജാരിക്ക് വരെ തിരക്കാണ്. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തട്ടത്തിൽ വീഴുന്നത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് 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 ഓരോ ദീപാരാധന കാണിച്ച് തിരക്കാണ്. എല്ലാം തിരക്ക് തിരക്ക് തിരക്ക്. രാവിലെ എണീറ്റ് ഓടുന്ന കൂട്ടരാണ്. ഞാൻ ആരെയും വിമർശിക്കുകയാണെന്ന് ഒരിക്കലും ദയവായി വിചാരിക്കരുത്. രാവിലെ എണീറ്റ് എന്താ 4-4:30 എണീറ്റ് അമ്പലങ്ങളിലൊക്കെ നിർമാല്യം തൊഴൽ. എന്തൊരു വെപ്രാളം മനുഷ്യന്. ശാന്തമായി, അതങ്ങനെ ശാന്തമായിട്ട് പോയാൽ ഇത്രയും അമ്പലങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉണ്ട് ശിവാലയ ഓട്ടം. എൻ്റെ അമ്മോ, ഒരു ഓട്ടോയോ അല്ലെങ്കിൽ ഒരു ടാക്സിയോ എടുത്തുകൊണ്ട് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ശിവനെ കാണാൻ വേണ്ടിയുള്ള ഓട്ടം തന്നെയാണ്. അത് അറിഞ്ഞു തന്നെയാണ് ആ പേരിട്ടത്, ശിവാലയ ഓട്ടം. ഒരിടത്തിരിക്കുമ്പോൾ ഉള്ളിൽ പ്രകാശിക്കുന്നവനാണ് ശിവൻ. എന്താ? ഭേദചിന്ത. ഓരോ അമ്പലത്തിലും ഉള്ളത് ഓരോരോ ശിവനാണ്. ഓരോരോ ശിവനും ഓരോരോ ശക്തിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യങ്ങൾ പലതാണ്. അപ്പോൾ ഇവരെയൊക്കെ കണ്ട്, ഇവരെയൊക്കെ ദർശിച്ച് അവിടെയുള്ള വഞ്ചിപ്പെട്ടിയിലെ പൈസയിട്ട് ഒന്നും വേണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ലേ. ഞാൻ പറയുന്ന വാക്കുകളെ ദയവായിട്ട് അത് പുച്ഛിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. സത്യം മനസ്സിലാക്കും. ശാന്തമായി ജീവിക്കാൻ കഴിയണം. ഈശ്വരന്റെ പേരിൽ പോലും നമുക്കൊരു ധൃതിയോ വെപ്രാളമോ ഉണ്ടാവാൻ പാടില്ല. വീട്ടിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് വന്നു കഴിഞ്ഞാലോ തിരക്കോട് തിരക്കാണ്. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളാണെങ്കിലും ശരി, മരണം പോലെയുള്ള അശുഭ സന്ദർഭങ്ങളാണെങ്കിലും ശരി, ഉടനെ ആളയക്കണം. കാരണം അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നാറിപ്പോവും, ചീഞ്ഞ് നാറും. എത്രയും പെട്ടെന്ന് ബോഡി ഡിസ്പോസ് ചെയ്യണം. എടുക്കുക എന്നാണ് പറയുന്നത്, എടുക്ക്. അപ്പോൾ അതിനുള്ള മരണാനന്തര ചടങ്ങുകൾക്കായിട്ടുള്ള ഓട്ടമായി. പിന്നെ പുതിയ വസ്ത്രം വാങ്ങിക്കണം, ഏണി വൈക്കോല്. ജീവിതം മുഴുവൻ ഓടി നടക്കുന്ന മനുഷ്യൻ സ്വസ്ഥമായി കിടക്കുന്നത് ഈ ശവമാകുമ്പോൾ മാത്രമാണ്. അതുവരെ അവന് യാതൊരു സ്വസ്ഥതയും ഇല്ല, പാഞ്ഞ് നടക്കുകയാണ്. എവിടെ ചെന്നാൽ എന്ത് കിട്ടും എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വേണ്ടത് ശാന്തിയാണ്, സമാധാനം, സ്വസ്ഥത. ഭഗവാനെ ശാന്തനായിട്ട് ഉപാസിക്കണം. ബ്രഹ്മത്തെ പോലും ശാന്തനായിട്ട് ഉപാസിക്കണം എന്നാണ് ഉപനിഷത്ത് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. തജ്ജളാനിധി ശാന്ത ഉപാസിത. ഇവിടെ അത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനീ വെപ്രാളം? ശാന്തനായി അതിനെ ഉപാസിക്കും. ധൃതി വേണ്ട, വെപ്രാളം വേണ്ട, തിരക്ക് കൂട്ടണ്ട. ശാന്തമായി ഒരിടത്തിരുന്ന് യാത്ര ചെയ്യേണ്ടി വന്നാൽ യാത്ര ചെയ്യാനുള്ള വാഹനത്തിൽ കയറി സീറ്റ് കിട്ടിയാൽ ഇരുന്ന് ശാന്തമായി ഇതിനെ ഉപാസിക്കൂ. ഇനി സീറ്റ് കിട്ടിയില്ലെങ്കിൽ മോളിലുള്ള കമ്പിയിൽ പിടിച്ചു നിന്നുകൊണ്ട് ഉള്ളുകൊണ്ട് ശാന്തമായി ഉപാസിക്കും. മനസ്സിന്റെ ഇളക്കത്തെയാണ് ഇവിടെ ഒഴിവാക്കാൻ പറയുന്നത്, വേറൊന്നുമല്ല. ബാഹ്യകർമ്മങ്ങളെ അല്ല, ഉള്ളിലുള്ള മനസ്സിന്റെ ചാഞ്ചല്യം, അതിനെ ഉപേക്ഷിച്ച് ശാന്തനായി വേണം ഈ സത്യത്തെ സമീപിക്കാനും ഉപാസിക്കാനും സാക്ഷാത്കരിക്കാനും. വിഷയതുഷ്ടിക്കായി ബലി കൊടുത്തിരുന്ന ജീവബോധത്തെ, വിഷയങ്ങളിൽ നിന്നുള്ള സുഖം അനുഭവിക്കാൻ വേണ്ടി നാം നമ്മുടെ ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവത്തെ, അതാണ് ജീവഭാവം അല്ലെങ്കിൽ ജീവബോധം, ആ ജീവബോധത്തെ നമ്മൾ കർമ്മങ്ങൾക്കായി ബലി കൊടുക്കുന്നു, സമർപ്പിക്കുന്നു. ജീവിതം മുഴുവൻ കർമ്മം ചെയ്ത് ഒരു സ്വസ്ഥതയും ഇല്ലാതെ മനുഷ്യൻ ഇങ്ങനെ മരണത്തിന് സമീപിക്കുകയാണ് ചെയ്യുന്നത്. അവൻ ജീവിച്ച് ഉന്നതമായ ഒരു സ്ഥാനത്തെത്തുകയല്ല ചെയ്യുന്നത്, മരണത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഉപനിഷത്ത്, നാസ്തി അകൃതകൃതേന. കർമ്മസ്പർശമില്ലാത്തതാണ് ഈ പരമാത്മ സത്യം. അതിനെ ചലിച്ചുകൊണ്ടോ
ചഞ്ചലമായ ചിത്തവൃത്തികളിലൂടെയോ നേടാൻ ശ്രമിച്ചാൽ ആ ശ്രമം വിഫലമാകും. ഇത് കർമ്മത്തിന്റെ വരുതിയിൽ പെടുന്ന ഒന്നല്ല, കർമ്മത്തിനകത്ത് പെടുന്നതല്ല ഈ ബ്രഹ്മം. ശാന്തമായിരിക്കുമ്പോൾ ഉള്ളിൽ തെളിയുന്നതാണ് ആ സത്യം. അതുകൊണ്ട് അതിനെ ശാന്തമായി ഉപാസിക്കും. കർമ്മങ്ങളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ തന്നെ വിടുവിച്ച് അവസാനം ഉള്ളിലുള്ള സങ്കല്പങ്ങളെയും പതുക്കെ പതുക്കെ ഉപശമിപ്പിച്ച് തൻ്റെ ഉള്ളിൽ സദാ ഞാനെന്ന് പ്രകാശിക്കുന്ന ആ സത്യത്തെ മനുഷ്യൻ കണ്ടെത്തണം. അതിനാണ് മനുഷ്യജന്മം. അതായിരിക്കണം നമ്മുടെ ജന്മോദ്ദേശ്യം അല്ലെങ്കിൽ ലക്ഷ്യം. പലർക്കും ഈ ജീവിത ലക്ഷ്യം എന്താണെന്ന് തന്നെ ഒരു പിടിയില്ല. എന്തോ ഇങ്ങനെ ജീവിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കാപ്പി കുടിക്കുന്നു, ഇങ്ങനെ പോകുന്നു. എന്തിനെന്ന് ഒരു നിമിഷം നിന്നാലോചിക്കുന്നില്ല. ആലോചിക്കാൻ അവന് സമയമില്ല. എന്ത് ചെയ്യാൻ പറ്റും? കർമ്മങ്ങളിൽ കുരുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ആ ചലനത്തെയൊക്കെ പതുക്കെ പതുക്കെ ഉള്ളിൽ കുറച്ചു കൊണ്ടുവരണം. ഞാനിന് അമിതമായ പ്രാധാന്യം നൽകരുത്. ഉള്ളിൽ വരുന്ന ആഗ്രഹങ്ങളെയൊക്കെ കുറച്ചായിട്ട് ഉപശമിപ്പിക്കണം. ശാന്തമായി ഒരിടത്തിരിക്കാൻ കഴിയണം. ചിത്തവൃത്തികളെ അന്തർമുഖമായി വീക്ഷിക്കാൻ കഴിയണം. വീക്ഷിക്കുമ്പോൾ തന്നെ ആ ചിത്തവൃത്തികൾ ഓരോന്നായി ഉള്ളിൽ ഒടുങ്ങും. നമ്മൾ നോക്കുന്നില്ല എൻ്റെ ഉള്ളിൽ ഏതൊക്കെ ചിത്തവൃത്തികളാണ് ഉണ്ടാവുന്നത്. ഞാൻ ഒരിടത്ത് സമാധാനമായിരുന്ന് ഉള്ളിലേക്ക് നോക്കാം എന്ന് ഒരു തീരുമാനം എടുക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. അങ്ങനെയാണ് ഈ പുറം ലോകത്തിൽ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ജീവബോധത്തെ ഇപ്പോൾ സ്വരൂപാനന്ദ തുഷ്ടിക്കായി സമർപ്പണം ചെയ്യുകയാൽ, നേരത്തെ വിഷയസുഖങ്ങൾക്ക് വേണ്ടി ബലി കൊടുത്തിരുന്ന ജീവബോധത്തെ തൻ്റെ ഉള്ളാനന്ദം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇപ്പൊ സമർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് ആ ആനന്ദം കിട്ടുക. സ്വരൂപാനന്ദ തുഷ്ടിക്കായി സമർപ്പണം ചെയ്യുകയാൽ ആ ജ്ഞാനി തൻ്റെ മായാശരീരം മറന്ന് പതുക്കെ പതുക്കെ ദേഹത്തിലുള്ള സംഘമൊക്കെ വിട്ടുപോകും. ശരീരത്തെക്കുറിച്ചാണ് മനുഷ്യന്റെ ചിന്തകളിൽ ഭൂരിഭാഗവും. എന്തെങ്കിലും വരും, ഒരസുഖമില്ല എന്ന് പറഞ്ഞാലും ഇന്ന് ഒരു പ്രശ്നവുമില്ലല്ലോ, എന്തോ വലിയ കുഴപ്പം വരാനുണ്ടെന്നാണ് ഈ മനുഷ്യന്റെ നെഗറ്റീവ് ചിന്തകളുണ്ടല്ലോ. നല്ലത് ഇന്നിപ്പോൾ ഒരു അസുഖമൊന്നുമില്ല, രാവിലെ എണീറ്റതിന് ശേഷം പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയോ ഒന്നുമില്ല, സന്തോഷമായിട്ടിരുന്നൂടെ. അല്ല, ഇത് കൊടുങ്കാറ്റടിക്കുന്നതിന് മുമ്പുള്ള നിശബ്ദതയാണ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ അസുഖം വരാൻ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോഴെല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നല്ലതിൽ പോലും അമംഗളത്തെ കാണുന്നവർ, എല്ലാം നല്ലത്, എല്ലാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആശ്വസിക്കരുത്. ആശ്വസിക്കാൻ വകയില്ല, വലിയ ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഇപ്പോഴേ ദുഃഖിച്ചു തുടങ്ങിക്കൊള്ളുന്നതാണ്. ലോകം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇത് കേട്ടാണ് നമ്മളും വളരുന്നത്. നമ്മൾ ഇത്തരം ചിന്താഗതികൾ വെച്ചു പുലർത്തും. ദേഹബോധത്തെ ജ്ഞാനി പതുക്കെ പതുക്കെയായി മറക്കുന്നു. ആ ജ്ഞാനി തൻ്റെ മായാശരീരം മറന്ന് ദൈവിക ശരീരമായി തീർന്നിരിക്കുന്നു. അയാൾക്ക് സ്ഥൂല ശരീരമുണ്ട്, പക്ഷേ അത് താനാണെന്നോ തൻ്റേതാണെന്നോ ഉള്ള വിചാരം ലവലേശം ഉള്ളിലില്ല. അദ്ദേഹം ആനന്ദ ശരീരിയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരം ആനന്ദമാണ്, ആകാശമാണ് അദ്ദേഹത്തിന്റെ ശരീരം. എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥൂല ശരീരം ഇല്ല, അതുമായിട്ടുള്ള സകല ബന്ധങ്ങളെയും അദ്ദേഹം വിച്ഛേദിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സോ ബുദ്ധിയോ രേഖപ്പെടുത്തുന്നില്ല. പിന്നെ എങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കും? അതിൽ അസുഖമുണ്ടെന്നും അവിടെ വേദനയുണ്ടെന്നും ആ ശരീരത്തെ പോഷിപ്പിക്കണമെന്നും ഇങ്ങനെയുള്ള ചിന്തയൊന്നും വരില്ല. ജ്ഞാനിക്ക് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ചിന്തിക്കണമെന്ന് വിചാരിച്ചാലും അദ്ദേഹത്തെ കൊണ്ട് പറ്റില്ല. ഒരു വസ്തുവിനെ അടഞ്ഞുവെന്നോ വിട്ടുവെന്നോ, അടയുക എന്ന് പറഞ്ഞാൽ കഥ കടയുക എന്നുള്ള അടഞ്ഞു എന്നല്ല, അടയുക എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക എന്നാണ്. തമിഴിലുള്ള അതേ വാക്ക് അടയുന്താൽ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, നേടി. അപ്പോൾ ഒരു വസ്തുവിനെ പ്രാപിക്കുക എന്നുള്ളതോ വിട്ടു എന്നുള്ളതോ ഇങ്ങനെയുള്ള ഹിതാഹിതങ്ങൾ അകന്ന് നിർവികാരനായി ആനന്ദം മാത്രമായി അയാൾ ശേഷിച്ചിരിക്കുന്നു. ഈ അവസ്ഥയിൽ നീയും ചെന്നടഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയെ നീ പ്രാപിച്ച് നിന്റെ പരമാർത്ഥം അറിഞ്ഞുകൊള്ളൂ. നീ ആരാണ് യഥാർത്ഥത്തിൽ? ബ്രഹ്മമാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് കൃതാർത്ഥനായിത്തീരൂ. അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. കേടും സുഖമു മുതലെല്ലാം കീഴ്പ്പെടുത്തി കൂടും സുഖം പോലെ കൊള്ളാതെ നാട് നകും പൂനൈക്കൺ ഏരി പൊരുപ്പേറി പോൽ ഉച്ചി ബാനുപോൽ നീ അവരെ പാർ. വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണ്. ഈ അജ്ഞാനികളോട് ഒരു ജ്ഞാനി ഉപദേശിക്കുകയാണ്. ഈ ലൗകികന്മാരുണ്ടല്ലോ,
നിങ്ങൾ ഒരു ജ്ഞാനിയെ എങ്ങനെ കാണണം? അത് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അങ്ങനെയല്ല. അവർ ഏത് തരക്കാരാണ് എന്ന് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. അതാണ് അവരെ വേണ്ട പോലെ കാണണം എന്ന് പറയുന്നത്. നീ അവരെ പാർ, നീ ഈ ജ്ഞാനികളെ, ജീവൻ മുക്തന്മാരെ വേണ്ടവണ്ണം കണ്ട് അവരുടെ സ്വഭാവം, അവരുടെ ആന്തരികമായ സ്ഥിതി അതിനെ നോക്കൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൂ. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കൂ എന്നാണ്. കാണുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുക എന്നല്ല. എന്താണ്? കേടും സുഖമും മുതലെല്ലാം കീഴ്പ്പെടുത്തി. കേട് എന്ന് പറഞ്ഞാൽ ലോക ദുഃഖങ്ങൾ, ലൗകിക ദുഃഖങ്ങൾ. ലൗകിക സുഖങ്ങൾ പോലും യഥാർത്ഥത്തിൽ ദുഃഖങ്ങളാണ് എന്നാണ് വേദാന്ത മതം. നമ്മൾ സുഖം എന്ന് കരുതുന്നത് ദുഃഖത്തെയാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയായി തോന്നും. അതിൻ്റെ അർത്ഥം വസ്തുക്കളൊക്കെ മഞ്ഞയായി മാറി എന്നല്ല. എല്ലാവരും ഈ മഞ്ഞപ്പിത്തം പോലെയുള്ള അവിദ്യയ്ക്ക് വശംവദരായതുകൊണ്ട് അവർക്ക് പലതും സുഖദായകമാണ് എന്ന് തോന്നും. പക്ഷേ അവയൊക്കെ യഥാർത്ഥത്തിൽ ദുഃഖമാണ് പ്രദാനം ചെയ്യുന്നത്. കേട് എന്ന് പറഞ്ഞാൽ ലോക ദുഃഖങ്ങൾ, സുഖം എന്ന് പറഞ്ഞാൽ ആത്മസുഖം. കേടും സുഖമും മുതലെല്ലാം കീഴ്പ്പെടുത്തി. ഈ ജ്ഞാനികൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? അവർക്ക് ഈ ബ്രഹ്മത്തെ മാത്രമേ അറിയാവൂ. ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊന്നും അവർക്ക് അറിഞ്ഞൂടാ. ഒരു ഗൃഹസ്ഥന്റെ ബുദ്ധിമുട്ട് എന്താണെന്നൊന്നും ഈ ജ്ഞാനികൾക്ക് അറിയില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. അവർ രണ്ടറ്റവും കണ്ടവരാണ്. ഇക്കരയും അറിയാം, അക്കരയും അറിയാം. നമുക്ക് ഇക്കര മാത്രമേ അറിയൂ. സംസാര സാഗരത്തിന്റെ ഇക്കര നിൽക്കുന്നവരാണ്. നമ്മൾ ദുഃഖത്തെ മാത്രമേ അറിയുന്നുള്ളൂ. അക്കരയിലുള്ള ആ പരമാനന്ദത്തെ നാം അറിയുന്നില്ല. ജ്ഞാനികൾ രണ്ടും അറിയുന്നവരാണ്. ലോക ദുഃഖങ്ങളും ആത്മാനന്ദവും രണ്ടും അറിയുന്നവരാണ് ജ്ഞാനികൾ. കേടും സുഖമും മുതൽ എല്ലാം കീഴ്പ്പെടുത്തി. ഇത് രണ്ടും അതുപോലെയുള്ള സകലതും എല്ലാറ്റിനെയും അവർ കാൽ കീഴിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ വ്യക്തമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ ലൗകികന്മാരുടെ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരം ഒരു ജ്ഞാനിക്ക് മാത്രമേ നിർദ്ദേശിക്കാൻ കഴിയൂ. ഒരു ലൗകികൻ വേറൊരു ലൗകികന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നപരിഹാരം കിട്ടില്ല. ആത്മജ്ഞാനികളുടെ അടുത്ത് തന്നെ പോകണം. ചക്രവർത്തിമാർ കുലഗുരുവായി അല്ലെങ്കിൽ രാജഗുരുവായി കൊട്ടാരത്തിൽ നിർത്തിയിരിക്കുന്നത് ജ്ഞാനികളെയാണ്. സൂര്യവംശത്തിന്റെ കുലഗുരുവായിരുന്നു വസിഷ്ഠൻ. എന്തിനാ ഈ രാജാവിന് ജ്ഞാനികളെ കുലഗുരുവാക്കി നിർത്തേണ്ടതിന്റെ ആവശ്യകത? രാജാവ് ആത്മജ്ഞാനം നേടാത്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. ചിലപ്പോ ഏത് ധർമ്മം ഏത് അധർമ്മം എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത ഒരു വിഷമസ്ഥിതി അദ്ദേഹം അകപ്പെടും. ആ സമയത്ത് ധർമ്മം എന്തെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു ജ്ഞാനിയായ ആള് തന്നെ വേണം. വേറെ ആർക്കും ഈ ധർമാധർമ്മങ്ങളെ വിശകലനം ചെയ്ത് തീരുമാനിക്കാനുള്ള കഴിവില്ല. ഈ ധർമാധർമ്മങ്ങളെ വിശകലനം ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന മഹർഷിയോ അല്ലെങ്കിൽ ജ്ഞാനിയോ ഉണ്ടല്ലോ, ഇവർ ധർമാധർമ്മങ്ങളുടെ അപ്പുറത്ത് പോയവരാണ്. അതും മനസ്സിലാക്കണം. രണ്ടിനെയും അതിക്രമിക്കുന്നവർക്ക് മാത്രമേ രണ്ടിനെ കുറിച്ചും നല്ലപോലെ വിശകലനം ചെയ്ത് ഒരു തീരുമാനമെടുക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒന്നിനകത്ത് പെട്ടു നിൽക്കുന്നവന് തീരുമാനമെടുക്കാൻ പറ്റില്ല. ടെറസിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഓരോന്നും വ്യക്തമായിട്ട് കാണാം. പക്ഷേ ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഉള്ളിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ ഈ മുകളിൽ നിന്ന് കാണുന്നത് പോലെയുള്ള ഒരു കാഴ്ച നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ധർമാധർമ്മങ്ങളെ അതിക്രമിച്ചവനാണ് ജ്ഞാനി. അവിടെ നിന്ന് അദ്ദേഹം ധർമാധർമ്മങ്ങളെ നോക്കിക്കണ്ട് ഇന്നത് ധർമ്മം ഇന്നത് അധർമ്മം, നീ ചെയ്യുന്നത് അധർമ്മമാണ്, ഇത് ചെയ്യരുത്, ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം, ഇന്നതാണ് ധർമ്മം, അതിനെ വേണം നീ അനുഷ്ഠിക്കാൻ എന്നൊക്കെ ഉപദേശിക്കാൻ ജ്ഞാനികൾക്ക് മാത്രമേ കഴിയൂ. അതാണ് എല്ലാം കീഴ്പ്പെടുത്തി. സാധാരണ വിഷയസുഖങ്ങളും വിഷയ ദുരിതങ്ങളും ജ്ഞാനികൾക്ക് നല്ലതുപോലെ അറിയും. ലൗകിക സുഖങ്ങൾ എന്താണ്, അവയുടെ പരിമിതികൾ എന്താണ്, ആത്മസുഖം എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്, ഇത് രണ്ടും ജ്ഞാനികൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. ലൗകികന് ഒരറ്റം മാത്രം, ഒരു കരയിൽ മാത്രം നിന്നുകൊണ്ട് കാണുന്നവനെ പോലെയാണ്. കഷ്ടവും സുഖവും തുടങ്ങി എല്ലാറ്റിനെയും അതിക്രമിച്ച സുഖമാണ് ജ്ഞാനികൾ അനുഭവിക്കുന്നത് എന്ന് വിചാരിക്കരുത് എന്നാണ്. അതായത് അവർക്ക് ഈ ബ്രഹ്മാനന്ദം മാത്രമേ അറിയൂ. അവരിങ്ങനെ കണ്ണു അടച്ചതാ ഇങ്ങനെ ഇരിക്കും. അവർക്ക് വേറൊന്നും അറിയില്ല. ഈ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഈ ജ്ഞാനികൾക്ക് അറിയില്ല. അതുകൊണ്ട് അവരുടെ അടുത്ത് നമ്മൾ ചെല്ലേണ്ട കാര്യമില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി മാത്രമല്ല ലൗകികൻ ഒരു ജ്ഞാനിയെ സമീപിക്കേണ്ടത്.
അവരുടെ കുടുംബ പ്രശ്നങ്ങൾക്ക്, സമൂഹ പ്രശ്നങ്ങൾക്ക്, രാഷ്ട്രത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ ജ്ഞാനിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഈ ജ്ഞാനികളെ അല്ലെങ്കിൽ അതുപോലെയുള്ള സന്യാസിമാരെ ആദരിക്കാത്ത ഒരു ഭാരതത്തിന് പുരോഗതി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഭാരതം നാൾക്ക് നാൾ അധപ്പതിക്കുക മാത്രമേ ചെയ്യൂ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഋഷിസംഗമത്തിൽ ധാരാളം സന്യാസിമാർ വന്നിരുന്നു. അവരുടെ കാൽക്കൽ വീണ് വണങ്ങാൻ സന്മനസ് തോന്നിയ എത്ര പേരുണ്ടായിരുന്നു അവിടെ. പ്രഭാഷണം കേൾക്കും, നമസ്കാരം. അതെന്താ, ആ തലയിലെ തല കുമ്പിടില്ലേ, തല ഇങ്ങനെ വളഞ്ഞു വരില്ലേ, സ്പോണ്ടിലോസിസ് ഉണ്ടോ, കഴുത്ത് കുനിക്കാൻ പറ്റാത്ത രീതി. വിനയം, ഉള്ളിലുള്ള അഹങ്കാരം അതിന് സമ്മതിക്കുന്നില്ല. ഒരാളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ ഉള്ളിലുള്ള അഹങ്കാരം അനുവദിക്കുന്നില്ല. അതാണ് കുഴപ്പം. അപ്പൊ ഈ ജ്ഞാനികൾ എല്ലാം അറിഞ്ഞവരാണ്. കൂടും സുഖം പോലെ കൊള്ളാതെ, അതായത് ഇവർക്ക് ഈ സുഖദുഃഖങ്ങൾക്ക് അതീതമായ ബ്രഹ്മാനന്ദം മാത്രമേ ഇവർക്ക് അറിയാവൂ. മറ്റുള്ളതിനെ കുറിച്ചൊന്നും ഇവർക്ക് ഒന്നും അറിയില്ല എന്ന് നീ വിചാരിക്കരുത്. നാട് നകും പൂനൈക്കൺ. നാട് നകും, നകുക, നകും എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന. നാട്ടുകാര് പൂച്ചയുടെ കണ്ണുകളെ പരിഹസിക്കും. നമ്മൾ പറയില്ല, അവന് പൂച്ചക്കണ്ണാണ്, നല്ല കറുത്ത ഇതില്ലാതെ അല്പം ഒരു വെളുത്ത നിറം കൃഷ്ണമണിയിലുണ്ടെങ്കിൽ പൂച്ചക്കണ്ണനാണ്. അത് ഒരു പരിഹാസമായിട്ട് പറയുന്നതാണ് പൂച്ചക്കണ്ണൻ. നാട്ടുകാർ പരിഹസിക്കുന്ന പൂനൈക്കൺ പോൽ. ആ പോൽ എന്നുള്ളത് മൂന്നാമത്തെ വരിയുടെ അവസാനമാണ് കിടക്കുന്നത്. അതിനോടുകൂടെ സന്ധി ചേർക്കണം. ആ പൂനൈക്കൺ പോൽ, പൂച്ചക്കണ്ണുകളെ പോലെ. എന്താണ് പൂച്ചയുടെ കണ്ണുകളുടെ പ്രത്യേകത? അതിന് പകലിലും കാഴ്ചയുണ്ട്, രാത്രിയിലും കാഴ്ചയുണ്ട്. അതാണ് പൂച്ചയുടെ കണ്ണുകളുടെ സവിശേഷത. ഇതുപോലെ പ്രപഞ്ചത്തെയും നല്ലവണ്ണം ഈ ജ്ഞാനികൾ അറിയുന്നു, പ്രപഞ്ചാതീതമായ ബ്രഹ്മത്തെയും അവർ നല്ലവണ്ണം അറിയുന്നു. അതാണ് പൂച്ചക്കണ്ണ് പോലെയാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. അവർക്ക് രണ്ടറ്റവും കാണാം, രാത്രിയിലും കണ്ണ് കാണും, പകലിലും കണ്ണ് കാണും. പൂച്ചയ്ക്ക് എങ്ങനെയാണല്ലോ അതുപോലെ പ്രപഞ്ചത്തിനെയും അവർ നല്ലപോലെ വിശകലനം ചെയ്ത് അതിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കിയിരിക്കുന്നു. ആത്മാവിൻ്റെ മഹത്വവും അവർക്ക് നല്ലപോലെ വെളിവായിട്ടുണ്ട്. പൂനൈക്കൺ ഏരി പൊരുപ്പേറി. ഏരി എന്ന് പറഞ്ഞാൽ തടാകം. പ്രത്യേകിച്ചും കൃത്രിമമായി മനുഷ്യനുണ്ടാക്കുന്ന തടാകത്തിനാണ് ഏരി എന്ന് പറയുന്നത്. ആ ഏരി, ആ തടാകത്തിന്റെ മുകളിൽ ബണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ, ഈ ബണ്ടിന്റെ മുകളിൽ കയറി നിന്ന് നോക്കുന്നവനെ പോലെയോ അല്ലെങ്കിൽ ഒരു പർവ്വതത്തിന്റെ നെറുകയിൽ കയറി നിന്ന് നോക്കുന്നവനെ പോലെയോ ആണ് ജ്ഞാനി. ബണ്ടിന്റെ മുകളിൽ കയറി നിന്നാൽ സാധാരണ ഒരു തടാകം, മനുഷ്യനിർമ്മിതമായ തടാകം, ഒരറ്റത്ത് ജലാശയം. ഈ ജലാശയത്തിന്റെ അപ്പുറത്ത്, ആ ബണ്ടിന്റെ അപ്പുറത്ത് കൃഷിസ്ഥലമായിരിക്കും. ഇവിടുന്ന് വെള്ളം ചാലുകളായിട്ട് അതിലോട്ട് ഒഴുക്കി വിടും ആ കൃഷിക്ക് വേണ്ടി. അപ്പൊ ഈ ബണ്ടിന്റെ പുറത്ത് കയറി നിന്ന് നോക്കുന്നവന് ഈ ജലാശയവും കാണാം, അപ്പുറത്തുള്ള കൃഷിസ്ഥലവും കാണാം. രണ്ടും ഒരേ സമയത്ത് അറിയാൻ പറ്റും. അതുപോലെ മലയുടെ മുകളിൽ കയറി നിൽക്കുന്നവന് ഇങ്ങേപ്പുറവും കാണാം, അങ്ങേപ്പുറവും കാണാം. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് നാല് വശവും കാണാം എന്നുള്ളൂ. സമഗ്രമായ ദൃഷ്ടിയാണ് മലമുകളിൽ കയറി നിന്ന് നോക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത്. അതാണ് ഏരി പൊരുപ്പേറി പോൽ. അത് ഈ പൂനൈക്കൺ പോൽ എന്നുള്ളതുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതാണ്. ഉച്ചി ഭാനു പോൽ. ഭാനു സൂര്യൻ, ഉച്ചി ഭാനു ഉച്ച സൂര്യൻ, നട്ടുച്ചയ്ക്കുള്ള സൂര്യൻ. എന്താ, നമ്മുടെ തലയുടെ നേരെ മുകളിലാണ്. ഉച്ച വെയിൽ എന്നൊക്കെ നമ്മൾ ഉച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ ഏറ്റവും ഉയർന്ന ഭാഗം. ഉച്ചി ഭാനു പോൽ നീ അവരെ പാർ. ഇനി ഈ പൂനൈക്കൺ എന്ന് പറഞ്ഞല്ലോ, സങ്കല്പമാണോ അല്ലെങ്കിൽ യഥാർത്ഥമാണോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്, പൂച്ചയ്ക്ക് നമുക്കൊക്കെ രണ്ട് കൺപോളകളാണ്, മുകളിലുള്ള കൺപോളയും താഴെയുള്ള കൺപോളയും. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മൾ കണ്ണ് പൂർണ്ണമായിട്ട് അടയ്ക്കുന്നത്. ഈ പൂച്ച എന്നുള്ള ജീവിക്ക് മൂന്നാമതൊരു കൺപോള കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതുപോലെ ഈ ജ്ഞാനികൾ സൂക്ഷ്മമായതിനെ, സാധാരണക്കാർ കാണുന്ന ആ ദ്വൈതത്തെയൊക്കെ അതിക്രമിച്ച് ദ്വൈതത്തിനപ്പുറമുള്ള മൂന്നാമതുള്ള ജനനം മരണം, ഈ രണ്ടിനും അപ്പുറത്തുള്ള എന്ന് പറഞ്ഞാൽ ജനിക്കാത്ത മരിക്കാത്ത ആ സത്യത്തെ വേണ്ടവണ്ണം കാണുന്നു. അതാണ് ഈ പൂച്ചക്കണ്ണ് പോലെ ആണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉച്ചി ഭാനു പോൽ നീ അവരെ പാർ. നട്ടുച്ചയ്ക്ക് നമ്മുടെ തലയ്ക്ക് നേരെ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ
വ്യക്തമാണ്, പ്രകാശം ചൊരിയുന്നതാണ് ഈ മഹാത്മാക്കളുടെ സ്ഥിതി, അവരുടെ അനുഭവം. അതുകൊണ്ട് നിസ്സാരന്മാരാണ് എന്ന് മാത്രം വിചാരിക്കരുത്. ഒരാളുടെ തലയുടെ നേരെ മുകളിൽ നമ്മൾ ആ പോയിന്റ് നേരെ ആകാശം വരെ അതിനെ ദീർഘിപ്പിച്ചാൽ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ മലയുടെ ഇപ്പുറത്ത് ഉദയസൂര്യനെ കാണാം, വൈകുന്നേരം അപ്പുറത്ത് അസ്തമയ സൂര്യനെയും കാണാം. രണ്ടിനെയും കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവർക്ക് സൃഷ്ടിയെക്കുറിച്ചും അറിവുണ്ട്, പ്രളയത്തെക്കുറിച്ചും അറിവുണ്ട്, ഇടയ്ക്കുള്ള പ്രപഞ്ച സ്ഥിതിയെക്കുറിച്ചും ജ്ഞാനികൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നു. അതായത് നല്ലപോലെ ആ അറിവ് പൂർണ്ണമായവർ, എല്ലാം വേണ്ട പോലെ കാണുന്നവർ, അവരുടെ അറിവിന് വിഷയമാകാത്തതായി പ്രപഞ്ചത്തിലും ഒന്നുമില്ല, ആത്മാവിലും ഒന്നുമില്ല. എല്ലാം അവരറിയുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉച്ചിബാനു പോൽ നീ അവരെ പാർ. ഈ ജ്ഞാനികളെ ഇങ്ങനെ വേണം ലൗകികന്മാർ പരിഗണിക്കേണ്ടത്. നിസ്സാരന്മാരല്ല അവർ. അതുകൊണ്ട് ഒരു ആദരവും ഭക്തിയും പ്രിയവും ഒക്കെ അവരോട് ഉണ്ടാകണം. നമ്മെപ്പോലെ കയ്യും കാലും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്നു, ഊണ് കഴിക്കുന്നു, വസ്ത്രം ഉടുക്കുന്നു, ഉറങ്ങുന്നു, എണീക്കുന്നു, എല്ലാം ശരി തന്നെ. പക്ഷേ ആള് വേറെയാണ്. ആള് വേറെയാണെന്ന് പറഞ്ഞാൽ അകത്താളില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ദുഃഖവും സുഖവും അവയ്ക്ക് ഹേതുവാകുന്ന അഖില പ്രപഞ്ചവും അടക്കി അകറ്റി പരമമായ ജ്ഞേയത്തിൽ തന്നെ സദാ ഇരുന്ന്, ജ്ഞേയവസ്തുവാണ് ബ്രഹ്മം, അറിയപ്പെടേണ്ടത്, യഥാർത്ഥത്തിൽ അറിയപ്പെടേണ്ടത്. ആ ജ്ഞേയവസ്തുവായ ബ്രഹ്മത്തിൽ തന്നെ സദാ ഇരുന്ന് ആനന്ദമനുഭവിക്കുന്ന പരമമുക്തരെ പോലെ ഈ അരുൾ നിറഞ്ഞ ജീവൻ മുക്തന്മാരെ കരുതേണ്ട. സാധാരണ മുക്തന്മാർ എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ രണ്ടുമില്ലാതെ മനസ്സിന്റെ ലയം കൊണ്ട് സുഖമനുഭവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരനുഭവിക്കുന്ന സുഖമല്ല ഈ ആത്മസുഖം. സുഖദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകുന്ന സ്ഥിതിയല്ല, മറിച്ച് വളരെ പോസിറ്റീവായ ഒരു ആനന്ദ അനുഭവമാണ് ഈ ബ്രഹ്മജ്ഞാനികൾ ഉള്ളിൽ അനുഭവിക്കുന്നത്. അവരിൽ ചിലർ ജഗന്മുഖമായി പ്രവർത്തിച്ചാലും, എന്ന് പറഞ്ഞാൽ ലൗകികന്മാരെ പോലെ ലോകക്ഷേമത്തിനായി ലോകസംഗ്രഹത്തിനായി പ്രവർത്തിച്ചാലും സർവദാ ആന്തരചിത്തരായി തന്നെ വാഴുന്നു. അവരുടെ ശ്രദ്ധ എപ്പോഴും ഉള്ളിലെ ആത്മാവിലാണ്. ഏതുപോലെന്നാൽ ഇരുട്ടിലും വെളിച്ചത്തിലും ഒന്നുപോലെ കാണുവാൻ കഴിയുന്ന മാർജാര നയനം പോലെയും, അതാണ് പൂച്ചക്കണ്ണ് എന്ന് പറഞ്ഞത്, അതുപോലെയും ഏരിക്കര എന്ന് പറഞ്ഞാൽ തടാകത്തിന്റെ തീരം, മലമുകൾ, ഇവകളിൽ നിന്നും ഇരുവശവും കാണുന്നവരെ പോലെയും ഉദയസ്ഥലവും അസ്തമയസ്ഥലവും ഒരേ സമയം കാണുവാൻ കഴിയുന്ന ഉച്ചസൂര്യനെ പോലെയും. ഉച്ചസൂര്യന് താൻ എവിടുന്നാണ് ഉദിക്കുന്നത് എന്നുള്ള ആ ഉദയപർവ്വതത്തെയും അസ്തമിക്കുന്ന ഏതിന്റെ ചെരുവിലാണോ അസ്തമിക്കുന്നത് ആ അസ്തമന പർവ്വതത്തെയും നട്ടുച്ചയ്ക്ക് ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന് ഈ രണ്ട് സ്ഥാനങ്ങളെയും കാണാൻ കഴിയുന്നത് പോലെ ഉച്ചസൂര്യനെ പോലെയും ലോകത്തിൽ വർത്തിക്കുകയാണെങ്കിലും ഈ ജ്ഞാനികൾ നമ്മെപ്പോലെ നമ്മളിൽ ഒരാളായി ആണ് ലോകത്തിൽ കഴിയുന്നതെങ്കിലും ലോകപ്രതീതി അറ്റു നിൽക്കുകയാണ് ശ്രേഷ്ഠരായ ജീവൻ മുക്തന്മാർ. ശ്രേഷ്ഠന്മാരായ ജീവൻ മുക്തന്മാർ ലോകത്തിൽ നിന്ന് പാടെ അകന്നവരാണ്, പക്ഷേ ലൗകികരെ പോലെ കാണപ്പെടുന്നു. അവർ പ്രപഞ്ചവുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തവരാണ്. ശരീരവുമായിട്ടും അവർക്ക് ബന്ധമൊന്നുമില്ല. പക്ഷേ അവരുടെ വർത്തമാനവും പ്രവൃത്തികളും ഒക്കെ കണ്ടാൽ നമ്മെപ്പോലെ ഒരാൾ എന്ന് ഈ അജ്ഞാനികൾ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കാനുള്ള സർവ്വസാധ്യതകളുമുണ്ട്. ആ തെറ്റിദ്ധാരണയ്ക്ക് വിധേയരാകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ് ഈ ശ്ലോകം. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി